ഒന്നത് ഒറ്റക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒക്കെ അല്ലാതെ ഈ വലിയ ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ അതൊരു ലീഗിനോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകൾക്കോ ഒറ്റക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധം മാറിയിട്ടുണ്ട് സിറ്റുവേഷൻ. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കലാണ് ഫസ്റ്റ് രാഷ്ട്രീയ കടമ ഇനിയുള്ള കാലത്ത്. ഒരുവിധം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പൊതു ശത്രുവിനെതിരായിട്ട് ഒരുമിച്ച് നിന്ന് ആർക്കെങ്കിലും എതിരായിട്ടല്ല, ജനങ്ങൾക്ക് അനുകൂലമായിട്ട്, അങ്ങനെയും പറയാലോ. അതെ അതെ. ആരെങ്കിലും രണ്ട് എതിർത്ത് പരാജയപ്പെടുത്തലല്ല, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യൽ, ഡെമോക്രസിയെ പ്രൊട്ടക്റ്റ് ചെയ്യൽ. നമുക്ക് രാഷ്ട്രീയത്തേക്ക് തിരിച്ചു വരാം. അതെ. ലീഗിൽ ജോയിൻ ചെയ്യുന്ന ആ സാഹചര്യം അത് പറഞ്ഞത് എങ്ങനെയാണ്? ഇപ്പം ആരോട് ആദ്യം സംസാരിക്കും? അല്ല, അത് ഞാൻ ആദ്യം തങ്ങളോട് തന്നെ പോയി സംസാരിച്ചിരുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചിരുന്നു. കുഞ്ഞാലിക്കുട്ടി എന്നെ വിളിച്ച് ഗസ്റ്റ് ഹൗസിലൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഡിസ്കഷനൊക്കെ നടന്നു. പക്ഷേ എൻ്റെയൊക്കെ ലീഗിലേക്കുള്ള പ്രവേശനം ഇപ്പോഴത്തെ ഒരു മാതിരി രീതിയിലല്ല. ഒരു ഡിമാൻഡും റേസ് ചെയ്യാതുള്ള അങ്ങനെ ഒന്നുമില്ല. അത് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ചേഞ്ച്. അതിന് നമ്മൾ മുസ്ലിം ലീഗായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ആ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം 14 വർഷമെങ്കിലും ഞാൻ തുടർച്ചയായിട്ട് അതിഗംഭീരമായിട്ട് കേരളം ആകെ നടന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ് എനിക്കൊരു സീറ്റെങ്കിലും മത്സരിക്കാൻ. അതിന് മുമ്പ് നമ്മൾ സീറ്റിനെ കുറിച്ച് ആലോചിക്കാറില്ല. CPIയിൽ അതൊന്നും നമുക്കൊരു പ്രതീക്ഷയല്ല, സാധ്യതയില്ല. പിന്നെ അങ്ങനെ ഒരു ഡിസ്കഷനേ ഇല്ല. ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ്, ആര് സ്ഥാനാർത്ഥിയാക്കിയാലും ഞങ്ങളെ അടിയിലും അങ്ങനെ ഒരു തർക്കമില്ല. അങ്ങനെയാണ് ഞങ്ങളെ ശീലിച്ചത്. നമ്മുടെ പാർട്ടി ലീഡർഷിപ്പും അങ്ങനെയായിരുന്നു. അതൊരു കരിയർ ആയിരുന്നില്ല. അതൊരു കരിയർ ആയിരുന്നില്ല. നമ്മുടെ പാർട്ടി നേതാക്കന്മാരൊക്കെ അങ്ങനെ സാത്വികന്മാരായിരുന്നു അധികം. അത് അവരൊന്നും ഒരു സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച ആൾക്കാരൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ലവിങ് ആയിരുന്നു പരസ്പരം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് വലിയ മത്സരം. ഇപ്പം മത്സരമാണ്. യങ്സ്റ്റേഴ്സൊന്നും ഇങ്ങനെ ഒരു സംഗതി ആലോചിക്കണേ ഇല്ല. MLA എന്ന പഞ്ചായത്തൊന്നും അങ്ങനെ ഒരു ഭരണം എന്ന് പറഞ്ഞ സംഭവമല്ല അവരുടെ മനസ്സിൽ. ഒരു ഐഡിയോളജിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. എല്ലാ യങ്സ്റ്റേഴ്സ് എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെ മിക്കവാറും. ലീഗും ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ അതൊക്കെ ഇപ്പോൾ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ഒരണ സമരം പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ട് അവരൊന്നും ഒരു ഇതാവുമെന്ന് പിന്നെയാണ് അവർക്ക് മനസ്സിലായത്. ഇതൊക്കെ ആവുന്നു. CH ഒന്നും അങ്ങനെ അല്ലല്ലോ, ചെറുപ്പക്കാരൊന്നും അങ്ങനെയല്ല. ഞങ്ങളെ പാർട്ടിയിലൊന്നും ഒരുത്തനും അങ്ങനെ ഒരു ചിന്താഗതി ഞാൻ കണ്ടിട്ടില്ല. വളരെ വലിയ നേതാക്കന്മാർ ഭയങ്കര മാന്യന്മാർ. ഞാനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസസ് ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ഞങ്ങളെ യാത്രകളിലൊക്കെ ഒരുമിച്ച് പാർട്ടി കോൺഗ്രസ്സിനൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് ഒരു ബോഗിയിലൊക്കെ അവരുടെ കൂടെ സഞ്ചരിക്കും. അപ്പോൾ അവരുടെ ഒരു വിനയം. ഇപ്പോൾ ഒരു പാർട്ടി കോൺഗ്രസ്സൊക്കെ കനകക്കുന്ന് കൊട്ടാരത്തിൽ എമർജൻസി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPI ആദ്യം അനുകൂലിച്ചിരുന്നല്ലോ. അവസാനത്തെ ഒരു പാർട്ടി നാഷണൽ കൗൺസിലായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാനൊക്കെ അന്ന് തിരുവനന്തപുരത്ത് പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് സ്റ്റുഡൻ്റായിട്ട്. അവിടെയൊക്കെ ഈ രാജേശ്വര റാവു വന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹമൊക്കെ ഈ ക്യൂവിൽ നിൽക്കലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ വിതരണം ചെയ്യുമ്പോൾ ഒരാളെയും ഒരു പ്രത്യേക കരുതുമില്ല, മുമ്പിലേക്ക് നിർത്തി കൊടുക്കുകയൊന്നുമില്ല. എല്ലാവരും നല്ല ഇതിലാണ്, ഒരുമിച്ചാണ്. പാർട്ടി സെക്രട്ടറിമാർ ബാലറാമൊക്കെ ഭയങ്കര നീറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ ഞാനൊക്കെ പല സ്ഥലത്തും മീറ്റിങ്ങിന് നിന്ന് കോഴിക്കോടൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കാറൊന്നുമില്ല, കാറിന് ചിലവാക്കാനുള്ള പൈസ പാർട്ടിക്കും ഇല്ല, ഞങ്ങൾക്കും ഇല്ല. ഞാൻ എൻ്റെ വാച്ച് സാധനങ്ങളൊക്കെ വിറ്റിട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നടന്ന് ധാരാളം പോയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേരി എളങ്കൂർ വഴി പത്തപ്പിരിയത്തേക്ക് നടന്ന് പോയിട്ട് അവിടെ നമ്മൾ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ വർക്ക് ചെയ്യാനുള്ള കാഡേഴ്സിനൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള ബസ്സിന് പൈസ ഇല്ലാതെ ഈ പത്തപ്പിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മലപ്പുറം വരെ വരാൻ പൈസ ഇല്ലാണ്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ പയ്യന്മാരൊക്കെ കണ്ട് എൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി പോകുമ്പോൾ ഒരു തൊപ്പിക്കടൊക്കെ പിടിച്ച് ഒരു ഫാർമർ ആണെന്ന് തോന്നുന്ന ഒരാളിങ്ങനെ എൻ്റെ കൂടെ നടന്നിങ്ങനെ വരുന്നുണ്ട്. അയാൾ കടയിൽ എന്തോ സാധനം വാങ്ങാൻ പോവുമായിരിക്കണം, വൈകുന്നേരമാണ്, ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ അയാൾ ചോദിച്ചു, മോനെ നീ എവിടെ, എന്താണ് ഇവിടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ അയാളിനോട് ലോകിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകും. വന്നപ്പോൾ ഞാൻ അയാളോട് അവസാനം ഒരു നിവൃത്തിയില്ലാതെ പറഞ്ഞു, എനിക്ക് ബസ്സിന് പോകാൻ പൈസ ഇല്ലായിരുന്നു. കുഴപ്പമില്ല, ഞാൻ തരാറുണ്ട്. അങ്ങനെ അയാൾ സാധനം വാങ്ങിന പീടിയെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ അയാൾ സാധനം വാങ്ങി കഴിഞ്ഞാലേ പൈസ ഇട്ടുള്ളൂ.
അപ്പോൾ അതിനിടയിൽ അയാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ ശരിയാണ് ഞാൻ മറന്നു വിട്ട്. അയാളോട് പീഡിയക്കാരനോട് ഒരു 50 പൈസ എടുക്കാറുണ്ട്, ഒരു 50 അത് മതി എനിക്ക് ബസ്സിന്. അതയാൾ തന്നു, മോൻ പോയിക്കോട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട അതുകൊണ്ട് ഞാൻ അന്ന് മഞ്ചേരി വന്നിട്ട് ശ്രീധരൻ മാഷ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് മലപ്പുറത്തേക്ക് പൈസ ഉണ്ടാക്കിയെന്നൊക്കെ തോന്നുന്നു. മാഷ് തന്നിട്ടാ പോയി. അതൊന്നും ഞങ്ങളെവിടെയും പറഞ്ഞിട്ടുമില്ല, ഞങ്ങളൊരു ത്യാഗമായിട്ട് കണക്കാക്കിയിട്ടുമില്ല. അതൊക്കെ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദി കോഴ്സ് ഓഫ് ദ പിന്നെ യാത്രകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനം കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് മിക്കവാറും. പാർട്ടി കാഡേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെ പലതുണ്ടല്ലോ. അങ്ങനെയുള്ള ട്രെയിൻ യാത്രകൾ. IV ശശീനെ മദ്രാസിൽ പോയിട്ട് ഞാനും ശശാങ്കനും കൂടി, IV ശശീൻ്റെ അഞ്ജനയെന്ന് ശശാങ്കൻ, കോഴിക്കോടിൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു, മരിച്ചുപോയി. പിന്നെ ഇവിടെ പാർട്ടി സെക്രട്ടറി ചെയ്യുന്ന അയാൾ, ഞങ്ങളുടെ കാലത്ത് അയാളും ഇവിടെ ആയി. അയാൾ മദ്രാസിൽ ഇറങ്ങി മടങ്ങി വരുമ്പോൾ എനിക്ക് ശശിയേട്ടനൊന്ന് കാണണം, കാതരപ്പുഴ ഇറങ്ങിക്കോ, നമുക്ക് രണ്ടാം കൂടി പോവാം, എന്നിട്ട് പിന്നെ അടുത്ത വണ്ടിക്ക് പോവാം മലപ്പുറത്തേക്ക്, കോഴിക്കോട്ടേക്ക്. അങ്ങനെ ഇറങ്ങിയപ്പോൾ IV ശശി അന്ന് സംവിധായകനൊന്നും ആയിട്ടില്ല, ചിത്ര ഇങ്ങനെ വരയ്ക്കണ കോടമ്പാക്കത്തുള്ള അയാളെ വീട്ടിൽ പോയി. അപ്പോൾ അയാൾ ചുമരുമ്പോൾ നിറച്ച് തിരക്കഥ സംഭാഷണമൊക്കെ എഴുതൂലേ, അത് ആദ്യം ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ, സ്റ്റണ്ട് ത്യാഗരാജൻ, അങ്ങനെ S കോന്നനാട്ട് ചിത്ര സംയോജനം കലാസംവിധാനം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ S കോന്നനാട്ടിൻ്റെ ജൂനിയറാണ് ഇയാൾ. അന്ന് ചിത്ര കലങ്ങൾക്ക് വരക്കുന്ന ആൾ. അപ്പോൾ അയാൾ മുറി നിറച്ചതാണ് സംവിധാനം, അയാൾ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അത് ഇയാൾ നന്നായിട്ട് എഴുതി ചിത്രാക്കി വെച്ചിട്ട് പിന്നെ അതാണ് സിനിമയുടെ തുടക്കത്തിലുണ്ടാവുക. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നല്ലേ സിനിമയുടെ എല്ലാ വശവും ഞാൻ കാണിച്ചു തരാറ്. അങ്ങനെ ഡബ്ബിങ്ങിന് കൊണ്ടുപോയി, അത് കണ്ടു. ഒരു ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി, ഒരു എഡിറ്റിങ് കാണിച്ചു തന്നു. കുറേ നടന്മാരൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ നടന്മാരെ ഈ സുജാത അങ്ങനെയൊക്കെയുള്ള പഴയ ആൾക്കാർ. പിന്നെ നസീർ വരെയൊക്കെ പിന്നെ ഞാൻ തന്നെ 84 സിനിമക്കാരായിട്ടൊക്കെ ഞാൻ കൂടിയിരുന്നത്. എന്തുണ്ട് സിനിമ താല്പര്യങ്ങളുണ്ടോ, കാണലുണ്ടോ? ഇല്ല, ഞാൻ വല്ലപ്പോഴും കാണും, റേയറാ. എനിക്കതിന് അത്ര ഇരുന്ന് കൊടുക്കാനുള്ള ക്ഷമയില്ല. പണ്ട് കാലത്ത് നമ്മൾ ഇരുന്ന് കൊടുത്തമാതിരി സിനിമ കാണാനൊന്നും ഇരുന്ന് കൊടുക്കാനുള്ളൊരു, ഒന്നാമത് അതിൻ്റെ കഥകളൊക്കെ മാറി, എൻ്റെ രീതിയൊക്കെ മാറി, പാട്ടൊക്കെ മാറി, അതിൻ്റെ പ്രശ്നമുണ്ടല്ലോ. കാലഘട്ടം കുട്ടികൾ കാണും വീട്ടിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൺഡേ ഒക്കെ. അപ്പോൾ കുറച്ച് നേരം ഇതിൽ ഇരുന്നോക്കി അപ്പോൾ നല്ലതെന്ന് പറയും. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ മെല്ലെ എണീറ്റ് വരും. അങ്ങനെ ഫുള്ളായിട്ട് കാണാൻ കഴിയും. ഞാൻ പിന്നെ ഈ എന്താണ് AT അബുവിൻ്റെ സിനിമ ഒക്കെ നടക്കുന്ന സമയത്ത്, അബു നമ്മളൊരു ഫ്രണ്ടായിരുന്നു, പെരിന്തൽമണ്ണക്കാരൻ. അയാൾ അത്തം ചിത്രജ്യോതി, ധ്വനി, മാന്യമഹാജനങ്ങളെ. ആ മാന്യമഹാജനങ്ങളെ പറഞ്ഞ സിനിമ ഉണ്ടാക്കുമ്പോൾ അബു സാഹിബ് എന്നോട് പറഞ്ഞു, കാതരൊന്ന് വരണം, എനിക്ക് സഹായം വേണം, നമ്മളതിൽ കുറച്ച് രാഷ്ട്രീയമുണ്ട്, തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 84 എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഞാൻ ഇവിടെ പാർട്ടിയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന സമയം. അങ്ങനെ അബു വിളിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ പോയിരുന്നു കണ്ണൂർ ഷൂട്ടിംഗ് സൈറ്റിൽ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഇത് ബോട്ട് ചോദിക്കാൻ പോകണം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറേ ഞാനും അബു സാഹിബും കൂടി സഹായിച്ചു. അങ്ങനെ അല്ല, ഞാനും ഉണ്ടായിരുന്നു അതിൽ. പിന്നെ കുറച്ചൊക്കെ അവരുടെ കൂടെ നടന്ന് ബോട്ട് പിടിക്കാനൊക്കെ നടന്നു. പ്രേം നസീറിൻ്റെ കൂടെ അതുണ്ടാവണോ, അത് അഭിനയം എന്നൊന്നും പറഞ്ഞുകൂടാ, അത്ര ഡയലോഗൊന്നുമില്ല, ഇവരെ സഹായിക്കാൻ വേണ്ടി. പിന്നെ നസീർ ജയിച്ചിട്ടൊരു തുറന്ന വാഹനത്തിൽ അയാളുടെ ബൊക്കയൊക്കെ പിടിച്ച് അയാളുടെ കൂടെ ഞാനും ഇങ്ങനെ വരുന്നുണ്ട്. മമ്മൂട്ടി ഉണ്ട് അതിൽ, ആൾക്കാർക്ക് അറിയില്ല, അടർവാസി ഉണ്ട്, പിന്നെ സീമ തന്നെ തോന്നുന്നു, സീമുണ്ട്. ആ സിനിമയുടെ അവസാനത്തിൽ പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായത് എന്താ വെച്ചാൽ, ഞാൻ അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു 84 എന്തൊരു പിന്നെ പാർലമെൻറ്റ്. ഇപ്പോൾ പാർട്ടീനെ വിളിച്ചിട്ട് ഞാൻ വേഗം മലപ്പുറത്തേക്ക് തിരിച്ചു വന്നു. അതിനിടയിൽ ഞാൻ അവിടെ കുറച്ച് ജാഥയിലൊക്കെ പോയി നസീറിൻ്റെയും ഇവരുടെ കൂടെ ഒക്കെ നടന്നതല്ലേ. അപ്പോൾ സിനിമ അവസാനിപ്പിക്കുമ്പോൾ എന്നെ ആവശ്യമായി, എന്നെ കാണണമല്ലോ, ഞാൻ അവിടെ കണ്ടിന്യൂറ്റി. അപ്പോൾ എന്നോട് അബു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ ആ ജുബ്ബയൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ അതിട്ട് വരി, തൃശ്ശൂർ അതിൻ്റെ അവസാനമാണ്. അപ്പോൾ അവിടെ ഒരു വെടിവെപ്പ് ഒക്കെ ഉണ്ട്, നസീറിനെ ആരോ വെടിവെക്കലൊക്കെ ഉണ്ട്, മമ്മൂട്ടിയൊക്കെ ഉണ്ട്, അവിടെ നിങ്ങളെ തലന്ന് കാണിക്കണം എന്നാണ്.
അവിടെ പോയി വരാൻ. മെനക്കെട്ടിട്ട് തൃശ്ശൂരിൽ വിദ്യാർത്ഥി കോർണറിൽ അതിൻ്റെ കൂടെ നിന്നു. നസീർ ഇങ്ങനെ വെടി കൊണ്ടിട്ട് വീഴുമ്പോൾ മമ്മൂട്ടിയെ കൂടി പിടിക്കാൻ. പിന്നെ കണ്ണൂരായിരുന്നപ്പോൾ ഒരു അധ്യക്ഷൻ വഹിച്ചു ഒരു യോഗത്തിൽ, തെരഞ്ഞെടുപ്പ് യോഗം. അതൊക്കെയാണ് അതിലെ അനുഭവങ്ങൾ. പിന്നെ റാലിയിൽ ഇങ്ങനെ നിങ്ങൾ സിനിമ നടനാണ് എന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. അല്ല, എനിക്ക് ഞാനെന്താ വെച്ചാൽ ഞാൻ നടനാണ്, പക്ഷെ ഞാൻ നല്ലൊരു നടനായില്ല. ഞാൻ രാഷ്ട്രീയക്കാരനാണ്, പക്ഷെ നല്ലൊരു രാഷ്ട്രീയക്കാരനായില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിലും എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും പൂർണ്ണതയിലും ഞാൻ ഒന്നിലും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ലീഗിലേക്ക് വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ. ലീഗിൽ ഞാൻ വന്നത് 87-ൽ. അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ചേരി ഒരു സ്റ്റേജിലാണ് ഞാൻ ആദ്യം ലീഗിന് വേണ്ടി പ്രസംഗിച്ചത്. അതേസമയം ബീരാൻ സാഹിബും പങ്കെടുക്കുന്ന ഒരു യോഗം പട്ടാമ്പിയിലോ അവിടെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു മീറ്റിങ്ങിന് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ഈ ബീരാൻ സാഹിബ് ചെന്ന് പ്രസംഗിക്കുമ്പോൾ ബീരാൻ സാഹിബ് ഇത് കണ്ടു. ബീരാൻ സാഹിബ് പറഞ്ഞു, ആ നിൽക്കുന്ന കേരളക്കാരുണ്ടപ്പോൾ ഞങ്ങളെ പാർട്ടിയിലാണ് പറഞ്ഞു. അപ്പോൾ അവിടെ CPI ഞെട്ടി ഇവിടെ വരുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടെയാണ് പ്രസംഗിച്ചത് 87 മുതൽ. പിന്നെ കുറച്ച് ഇത് മലപ്പുറം വെടിവെപ്പ് നമ്മൾ പറഞ്ഞോ? മലപ്പുറം വെടിവെപ്പ് പറഞ്ഞല്ലോ. അന്ന് ഞങ്ങളെ പാർട്ടി ഓഫീസ്, അതും കൂടി പറയേണ്ടതാണ്, പാർട്ടി ഓഫീസിന് കല്ലെറിഞ്ഞ് അതിൻ്റെ ബോർഡൊക്കെ തകർത്തിരുന്നു യൂത്ത് ലീഗുകാർ. എല്ലായിടത്തും നാശങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ അധികം ഉണ്ടായിരുന്നില്ല. ഞാൻ കോട്ടപ്പടി CPI ഓഫീസ് ചെറിയൊരു ഓഫീസാണ്, അതിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ വഴിക്കും വരും എന്നുള്ള ഒരു വിചാരം ഉണ്ട്. അപ്പോൾ ഒരു ഭയപ്പാടൊക്കെ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ബസ്സൊക്കെ മറിച്ചിട്ടിരുന്നു അവിടെ, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ KSRTC മറിച്ചിട്ടിരുന്നു. അപ്പോൾ ബോർഡൊക്കെ കേടിരിച്ച് അവർ പോയി. ഞാൻ പിന്നെ അവിടുന്ന് വേറെ വഴിക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് രക്ഷപ്പെട്ടു പോന്നു. അത് പിന്നീട് VV രാഘവൻ ഞങ്ങളുടെ പാർട്ടിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി വന്നു സന്ദർശിച്ചു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ചു ചോദിച്ചു. അതൊക്കെ ഒരു അത്ഭുതമാണ്. കാതറേ എന്താ പ്രശ്നമുണ്ടോ അവിടെ നിന്ന് കേട്ടു, എന്താണ് നാശം വല്ലതും ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. മൂപ്പര് ഇതിൻ്റെ ലീഡറല്ലായിരുന്നു യൂത്ത് ലീഗിൻ്റെ. ഞാൻ പറഞ്ഞു, വലിയ നാശങ്ങളൊന്നുമില്ല, ഈ ബോർഡൊക്കെ ഒന്ന് വീണിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കുറേ കുത്തി പരത്തി നാശാക്കിയിട്ടുണ്ട്, അതേ ഉള്ളൂ, അത് നമുക്ക് വെക്കാം, സാരല്ലേട്ട പറഞ്ഞു. വെച്ചെന്നു അത് അത്ര വലിയ നാശമൊന്നുമല്ല. എന്നാലും കടക്കനോടത്തൊരു കമാനമാതിരി വലിയൊരു ബോർഡായിരുന്നു. അത് സ്ഥാപിച്ചെന്നു മൂപ്പര് കൂലിക്കാരൊക്കെ പറഞ്ഞയച്ചു, ബോർഡൊക്കെ മാറ്റി എഴുതി. പിന്നെ VV രാഘവൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കുഞ്ഞാലിക്കുട്ടിയും കൂടി പോയി കണ്ട് സംസാരിച്ചു കഴിയും. അപ്പോൾ അത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാണ് പോയി അന്നത്തെ കാലത്ത്. ആ ഒരു അനുഭവമാണ്. ആ റിലേഷൻസ് ഒക്കെ അന്ന് ഈ ഭാഷാ സമരം ഉണ്ടായത് മജീദുർ റഹ്മാൻ കുഞ്ഞിപ്പ. അതെ, അത് റമദാൻ 17 ഒരു ജാഥയ്ക്ക് പോയി. അങ്ങനെ അതിലൊരു പോലീസ് വാസുദേവ മേനോൻ DYSP എന്തോ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ അതിലേക്ക് ആദ്യം എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മകൻ ഒരു ഹമീദ് ഉണ്ടായിരുന്നു, അവനതിൽ പങ്കെടുത്ത ആള്. അവനെ കണ്ണിൽ ഈ ഭാഷാ സമരത്തിൻ്റെ അന്ന് ഈ കണ്ണിൽ ഉണ്ടാവില്ലേ പുകയിടുന്ന എന്താ സാധനം, ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ട് കണ്ണിന്ന് വെള്ളമൊക്കെ ഒലിപ്പിച്ച് കൂട്ടി വന്ന് പാർട്ടി ഓഫീസിൽ ഞാൻ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം എല്ലായിടത്തും വലിയ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളി പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, സാറില്ല, ഞാൻ നോക്കിക്കോളാം, ഞാൻ പോയിക്കോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം പറഞ്ഞു. അങ്ങനെ അവൻ മടങ്ങിപ്പോയത്. അപ്പോൾ അവനാ പറഞ്ഞത് മരിച്ചിട്ടുണ്ട്, വെടിവെപ്പ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കയ്യിൽ പങ്കെടുത്ത ആളാണ്. അതൊരു അനാവശ്യ വെടിവെപ്പായിരുന്നല്ലേ? ആയിരുന്നു, തീർച്ചയായിട്ടും. അതൊരു ആവശ്യമില്ലാത്തൊരു സംഗതി. അങ്ങനെയൊന്നും നേരിടേണ്ട കാര്യമില്ല. പബ്ലിക്കിൻ്റെ അതും പെരുന്നാൾ നോമ്പിനാണ്, ആളുകളൊക്കെ കുറച്ച് വിഷമത്തിലായിട്ട് നിൽക്കുന്നു. അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടാക്കിയതാണ്. അതിലൊരു കമ്മ്യൂണൽ സാധനം ഉണ്ടായിരുന്നോ പോലീസിൽ? അതൊന്നുമില്ല, കമ്മ്യൂണലൊന്നും അന്ന് അതിന് അങ്ങനെ. പോലീസിലൊരു കമ്മ്യൂണൽ സാധനം ഉണ്ടോ? ഉണ്ടായിരിക്കും, പക്ഷെ അത് അന്ന് അതിൻ്റെ ഒരു അന്തർധാര ഇല്ലാതെ പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ ആ രീതിയിൽ ആരും അതിനെ എടുത്തിട്ടില്ല. അന്നത്തെ ചർച്ചകളിലൊന്നുമില്ല. പാർട്ടിയും പൊളിറ്റിക്കലിയാണ് അതിനെ ലീഗും നേരിട്ടത്. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പോരായികയായിട്ടാണ് നേരിട്ടത്. അങ്ങനെ തന്നെ അവരും റിയാക്ട് ചെയ്ത്. അതായത് ഡിക്ലറേഷൻ, അക്കോമഡേഷൻ, ക്വാളിഫിക്കേഷൻ ആണല്ലോ 3 നിബന്ധന. അതായത് സംസ്കൃതം, ഉറുദു, അറബിക്ക് എല്ലാ ഭാഷാ അധ്യാപകന്മാർക്കും ഉണ്ടായിരുന്നു. അത് അറബിക്കിന് മാത്രമല്ല. അപ്പോൾ സാൻസ്ക്രിറ്റ്, ഉറുദു, അറബിക്ക് ഈ 3 ലാംഗ്വേജ് പഠിക്കുന്നവർക്കും ഡിക്ലറേഷൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു, ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടായിരുന്നു, രക്ഷിതാക്കന്മാർ എഴുതി കൊടുക്കണം. ആ നിബന്ധനക്കെതിരായിട്ടുള്ള ഫൈറ്റാണ്. ഇവിടെ യൂത്ത് ലീഗ് നടത്തുമ്പോൾ അതിന് അറബിക്ക് ഓറിയൻറ്റഡ് ആയിരുന്നുള്ളൂ. അതിൽ അങ്ങനെ ഒരു കമ്മ്യൂണൽ എലിമെൻ്റ് ഉണ്ടായിരിക്കാം,
ഇപ്പോൾ ചിലപ്പോൾ ഗവേഷണം നടത്തിയാൽ ചിലപ്പോൾ അത് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതൊക്കെ അതിലേക്കൊന്നും പോകാതിരിക്കല്ലേ ഇപ്പം ബുദ്ധി. ഇപ്പോഴും നല്ലത് എന്നും അങ്ങനെയാണ്. അപ്പം അന്നൊന്നും ആ ചിന്ത ഇല്ലാത്തതുകൊണ്ട് ആ സമരത്തിലും കൂടി ആരും അത് വിചാരിച്ചില്ല. ഇപ്പോഴൊക്കെയാണ് അത് വലിയ പ്രശ്നമാവും ആ തരത്തിൽ. അസംബ്ലിയിലൊക്കെ അന്ന് CHനോടൊക്കെ എല്ലാ കുട നന്നാക്കുന്ന ആൾക്കാർ ഇപ്പോൾ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരോ ഇടതുപക്ഷക്കാരൻ പ്രസംഗിച്ച് അതൊക്കെ ഈ CH പിടിച്ചിട്ട് അവരെ ഗാർബിക് മനുഷ്യന്മാരാക്കി. CHനോട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അയാളെ മറുപടി കേട്ടാൽ പിന്നെ അതോടുകൂടി എല്ലാം തീരും. അങ്ങനെയായിരുന്നല്ലോ. ആ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് 80-ലല്ലേ ആയിരിക്കണം. 82-ൽ I was a candidate തിരൂരങ്ങാടി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. എതിരെ ഔക്കാദർ കുട്ടി. അന്ന് ഞാൻ 14,000 വോട്ടിന് തോറ്റുള്ളൂ. പക്ഷെ അന്നും എൻ്റെ കൂടെ ലീഗുകാരുണ്ട്. മൊയ്തീൻ കുട്ടി ഹാജി ഉണ്ട്, പിന്നെ ഇബ്രാഹിം ഹാജി ഉണ്ട്, CKP ചെറിയ മമ്മൂക്കയുണ്ട്. മറ്റേ ലീഗ് ഈ ലീഗ് പോയെങ്കിലും ഞങ്ങളായിട്ട് ബന്ധം വിട്ടെങ്കിലും ഇപ്പം നിങ്ങൾ എല്ലാ കാലത്തും ലീഗായിട്ടൊരു ബന്ധമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് മഹാഭൂരിപക്ഷവും ലീഗുകാരാണ്. അഖിലേന്ത്യാ ലീഗാണ്. MM മൊയ്തീൻ കുട്ടി ഹാജി, അയാൾ MLA ആയിരുന്നില്ല വങ്കടയ്ക്ക്. അല്ല, മൊയ്തീൻ കുട്ടി ഹാജി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ CH ഇബ്രാഹിം ഹാജി, അയാളുടെ ജ്യേഷ്ഠൻ കുഞ്ഞാദു ഹാജി, ആ പ്രസ് ജിഫ്രി തങ്ങൾ കക്കാട്, അയാളുടെ വീട്ടിലൊക്കെ ഇപ്പം എത്ര ഭക്ഷണം കഴിച്ചാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് യോഗത്തിനൊക്കെ അവർ ഒരുപാട്. അന്ന് CPI ചിഹ്നത്തിലാണ് മത്സരിക്കണേ. അതെ, അരിവാൾ കതിര്, നെൽക്കതിര്. അതിന്റെ വാൾപോസ്റ്റൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. പിന്നെ തിരുരങ്ങാടി പരപ്പനങ്ങാടി ഭാഗത്ത് ഏതോ ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിൽ എൻ്റെ പോസ്റ്ററും ചുമരെഴുത്തുണ്ട് ഇപ്പോഴും ഉണ്ട്. അത് ഏതോ CPIയുടെ കാൻഡിഡേറ്റ് ആയിട്ട് 82 ആണ്. അന്ന് EMS നമ്പൂരിപ്പാടാണ് ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്തത്, റാലി. അതൊക്കെ ഉണ്ടായി. അങ്ങനെ ലീഗിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വളരെ ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായി. കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടി ഉണ്ടല്ലോ. പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രത്തിൻ്റെ ബുദ്ധിമുട്ടില്ല. പ്രത്യയശാസ്ത്രമൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊള്ളണം. അവരവൻ്റെ പ്രത്യയശാസ്ത്രം. അതാണ് ലീഗിലെ സൗകര്യം അല്ലേ. ഓരോരുത്തർക്കും നമുക്കൊരു ഐഡിയോളജി ഉണ്ട്, ഒരു റൂട്ടുണ്ട്, ഒരു പാത പണ്ട് വെട്ടിവെച്ച പാതയുണ്ട്. അതിലൂടെ എങ്ങനെ പോകാം. ഇനി നമ്മൾ ഈ ലീഗിലേക്ക് വന്ന ഉടനെ തന്നെ ബാബരി സംഭവങ്ങൾ നടന്നല്ലോ ഇന്ത്യയിലെ. 87-ലാണ് ലീഗിലേക്ക് 92 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബാബരി ഉണ്ടായത്. ലീഗിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടമാനം നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവരെന്നെ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഞാൻ ആരെയൊന്നും ഇൻഡിവിജ്വലായിട്ട് അവർ മോശക്കാരെ കൊള്ളരുതാത്തവരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അവരുടെ ഐഡിയോളജിയാണ് എൻ്റെ ക്രിറ്റിസിസം. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ഇവരുടെ സോഷ്യലിസം, സോവിയറ്റ് യൂണിയൻ, ചൈന, അവരുടെ ഇതിലെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് വരെ ഇപ്പോഴും പറയില്ല, വ്യക്തികൾ പറയില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. മതസൗഹാർദ്ദം ഇവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ മതസൗഹാർദ്ദം തന്നെ ഒരു നാമക്കേ വാസ്തേ നടക്കുന്നൊരു സമ്മേളനങ്ങളായിരിക്കും. സ്റ്റേജിൽ ഒരു സന്യാസി ആരെങ്കിലും ഉണ്ടാവും, ഒരു കാവി, ഒരച്ഛനുണ്ടാവും, പിന്നെ ഞാനോ ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഉണ്ടാവും. 3 ആളും പങ്കെടുത്ത് ഞങ്ങൾ വലിയ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞ് വരികയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, പറഞ്ഞവർ ഉൾക്കൊള്ളുന്നില്ല, അടിയിലുള്ളവർ ഉൾക്കൊള്ളുന്നില്ല. അതല്ലല്ലോ, അത് ജീവിക്കലായിരുന്നു പണ്ട്. മതസൗഹാർദ്ദം ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഇപ്പം അതൊരു സെമിനാർ സബ്ജക്റ്റാണ്. ഇപ്പോൾ ഒരു അക്കാദമിക് സബ്ജക്റ്റ് ഉണ്ട്, സംവാദ വിഷയമാണ്. അന്ന് ഒരു ജീവിത വിഷയമായിരുന്നു. അത് അന്നൊരു പ്രശ്നമായിരുന്നില്ല, ജീവിതമായിരുന്നു. അതിനേക്കാളും വലുത് മനുഷ്യർ എന്നുള്ള ഒരു തോന്നൽ എല്ലാ മതസ്ഥർക്കും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ യാതൊരു പ്രശ്നം പൊതുവേ മലബാറിലുണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് ഇപ്പോൾ ലീഗും കമ്മ്യൂണിസ്റ്റും അപ്പോൾ രാഷ്ട്രീയ സൗഹാർദ്ദം അന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. മതസൗഹാർദ്ദം പോലെ എസെൻഷ്യലായിട്ടുള്ള വന്നിട്ടാണ് രാഷ്ട്രീയ സൗഹാർദ്ദം. ഇപ്പോൾ ഞാൻ പറയണത് ഇവിടെ ഹിന്ദു സംഘടനയുടെ നേതാക്കന്മാരും മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളുടെ നേതാക്കന്മാരെയും അണിനിരത്തുന്ന ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പല വേദികളിൽ ഞാൻ പോയിട്ടുണ്ട്. പല ജാതി സന്യാസിമാരും മഹർഷിമാരും പല അഭിപ്രായമുള്ളവരുടെ ഇടയിൽ പോയിട്ട് നമ്മളെ നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാലും പിന്നെ അതൊക്കെ ഒരു സംവാദാത്മകമായിട്ട് അത് പക്ഷെ ഒരു സൗഹാർദ്ദം അന്നുണ്ടായിരുന്നു ഇതിലേറെ. ഇന്ന് സൗഹാർദ്ദത്തിന് പകരം അതൊരു സെമിനാർ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ആളുടെ ഉള്ളിൽ നിന്ന് പോകണില്ല. പൊതുബോധത്തിൽ സെക്കുലറിസം വരുന്നില്ല. പൊതുബോധമല്ല ഇല്ലാതാവുക. അതിന് ഒരു ഉത്തരവാദി കുറച്ച് രാഷ്ട്രീയ പാർട്ടികളും അവർ തമ്മിലൊരു സൗഹാർദ്ദം മറ്റുള്ള മതസ്ഥർക്ക് കാണിച്ചു കൊടുക്കണം. എന്നാൽ സൗഹാർദ്ദത്തിന് വേണ്ടി ഒരു സമ്മേളനം മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും BJP-കാരനും കൂടി ഒരു സദസ്സിൽ വിളിച്ചു വരുത്തിയിട്ട് ആരെങ്കിലും സെമിനാർ നടത്തുന്നുണ്ടോ?
ഞങ്ങളൊക്കെ എല്ലാ പാർട്ടികളും മനുഷ്യർക്ക് വേണ്ടിയാണ്, ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യരെ നന്നാക്കലാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നുള്ളൂ. അങ്ങനെ പറയണില്ലല്ലോ. അവരിത് നടത്തണം. ഈ മതക്കാരെ വിളിച്ചു വന്നിട്ട്, ഈ മതക്കാർ രാഷ്ട്രീയക്കാരെ വിളിച്ചു വന്നിട്ട് നിങ്ങളൊക്കെ ഒന്നും പറഞ്ഞട്ടെ എന്ന് പറയണ മാസത്തിൽ എവിടെ ഉണ്ടാകാറില്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ വലിയ പ്രശ്നമല്ലേ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ ലൈഫ്, അതൊരു പാർട്ടിയല്ല, കക്ഷി രാഷ്ട്രീയമല്ല. പോളിറ്റിക്സ് മനുഷ്യ ജീവിതത്തിൽ എസെൻഷ്യലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതിന് ഡെമോക്രസി വേണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. ജനാധിപത്യമൊക്കെ വേണം. അപ്പോൾ ആ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. അത് പൊളിറ്റിക്സ് ഇല്ല എന്നൊരാൾ പറയുന്നത് വെറുതെയാണ്. എനിക്ക് രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും രാഷ്ട്രീയം ഉണ്ട്. പറയാത്തവരുണ്ട്, പാർട്ടി ഇല്ലാത്തവരുണ്ട്. മഹാഭൂരിപക്ഷം പാർട്ടി ഇല്ലാത്തവരാണ്, പക്ഷേ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്, ഉള്ളൊരു അഭിപ്രായമുണ്ട്. ഈ പാർട്ടികളെ ജയിപ്പിക്കണേ ഒരു പാർട്ടി ഇല്ലാത്തവരാണ്, തോൽപ്പിക്കണോ അവരാണ്. ആ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളമൊക്കെ പറയണത്. ചിലപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ പുച്ഛാവും, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കള്ളി പൊളി, വല്ലാതെ നിൽക്കാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ പറഞ്ഞ് പൂർണ്ണമായിട്ടും മറന്നു പോയിട്ട് അതൊന്നും ശരിയല്ലല്ലോ. പിന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആഭ്യന്തര ജനാധിപത്യം വേണം. കുറച്ച് കുറവാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളിലും. സെൻട്രലൈസ്ഡ് ആണെന്ന് CPM പറയുന്നുണ്ട്. അവരിൽ എന്നാൽ അവർ കമ്മിറ്റികളിലൊക്കെ പറയാൻ അനുവദിക്കുന്നുണ്ട്. കോൺഗ്രസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാ പാർട്ടികളിലും ആഭ്യന്തര ജനാധിപത്യം സകലം തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സാഹചര്യം വരണം. അതിനുള്ളൊരു ഫ്രീഡം മെമ്പേഴ്സും നാട്ടുകാരും കൊടുക്കണം. ഇപ്പോൾ അമേരിക്കൻ ഡെമോക്രസിക്കുള്ള വലിയൊരു ഗുണം അതാണ്. അവർ സാമ്രാജ്യത്വമാണ്. ഗവൺമെൻറ് മോശമാണ്, ജനങ്ങൾക്കൊരു കുഴപ്പമില്ല. സദ്ദാം ഹുസൈനെ തൂക്കി കൊല്ലുന്നതിനെതിരായിട്ട് ഏറ്റവും വലിയ ജാഥകളും പ്രക്ഷോഭവും നടന്ന അമേരിക്കയിലാണ്. വിയറ്റ്നാം വാറിനെതിരൊക്കെ അമേരിക്കയിലാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ പാലസ്തീൻ, ഇതിനൊക്കെ വലിയ സമരങ്ങൾ നടന്നത്. ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നമ്മൾ പാലസ്തീനാണ് അങ്ങനെയൊക്കെ ഹമാസ് എന്നൊക്കെ പറയാൻ തന്നെ പേടിയാണ്, മനുഷ്യനും അറിയില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ചെറിയ സദ്ദാം ഹുസൈനെ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ചില മീറ്റിങ്സ് ലീഗൊക്കെ നടത്തിയിരുന്നു. ഞാനൊക്കെ അതിനു വേണ്ടി പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അതൊന്നും 10,000-കണക്കിന് ആൾ കൂടിയ മീറ്റിങ്സ് അല്ല. ഈ അമേരിക്കക്ക് വേറൊരു രാജ്യത്തെ ഭരണാധികാരിയെ ശിക്ഷിക്കാൻ അയാൾ നല്ലോന്ന് ചിത്തോനോട് എന്ത് അധികാരമുണ്ട്? അത് വേറൊരു വിഷയമാണ്. ലോകത്താകെ തന്നെയല്ലേ അതാണ് വിഷയം. അപ്പോൾ പൊതുവെ ഒരു റൈറ്റ് ഡീവിയേഷൻ്റെ കാലമാണ്. വലതുപക്ഷത്തിൻ്റെ അല്ല, ഈ സാമ്രാജ്യത്വത്തിൻ്റെ എല്ലാ കാലത്തെയും ഇപ്പോൾ കോളനിവൽക്കരണം, അതിന് ശേഷമുള്ള ലോകത്തെ എല്ലാ അധിനിവേശങ്ങളും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. B-50 35 ഉണ്ടല്ലോ. ഈ അമേരിക്കയുടെ ബ്രിട്ടൻ്റെ ഒരു വിമാനം F-35B ഒരു ABC ക്ലാസ്സുകളുണ്ട്. ആ വിമാനം ഒരു യുദ്ധവിമാനം, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളത്, പൊങ്ങാൻ സാധിക്കാതെ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എല്ലാ ദിവസവും ചാനലിൽ വരുന്നുണ്ടല്ലോ. ഇന്ന് വരെ അനേകം മനുഷ്യരെ കൊന്നൊരു ജന്തുവാണ് നിൽക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയില്ല. ഇനിയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതിനെ നന്നാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണില്ല. കേരളത്തിൽ വന്ന അതിൻ്റെ വലിപ്പം, അതിനെ ഗ്ലോബൽ മറ്റേ ചരക്ക് വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ വേർപ്പെടുത്തുന്നതിനെ പറ്റി ശാസ്ത്രമൊക്കെ ഇവിടെ വന്നു. ശാസ്ത്രമൊക്കെ ഇവിടെ ധാരാളം, എയറോനോട്ടിക്സ് ഒക്കെ ഇവിടെ വലിയ ചർച്ചയായി. പക്ഷേ ആ നിൽക്കുന്ന ജന്തു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അജ്ഞാതരായ നിരപരാധികളായ അനേകം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള, അനേകം സ്വത്ത് ബോംബിട്ട് നശിപ്പിച്ചിട്ടുള്ള ഒരു ജന്തുവാണ് ഈ ചത്ത് കിടക്കണമെന്ന് ആരും പറയണില്ല. ആ വഴിക്ക് ചിന്തിക്കണില്ലല്ലോ. അല്ല, അത് ഒരു വലിയ ചോദ്യമാണ്. സയൻസ് ഈസ് യൂട്ടിലൈസ്ഡ് എഗൻസ്റ്റ് ഹ്യൂമൻ ബീങ്സ് അല്ലേ? ആര് ചെയ്താലും ശാസ്ത്രത്തിനെ നമ്മൾ ദുരുപയോഗം ചെയ്യാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ആലോചിച്ചാൽ മനുഷ്യന് എവിടെയാണ് നിൽക്കണമെന്ന് മനസ്സിലാവും. ഈ ആഗോള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ഇതിലൊക്കെ ലീഗിൻ്റെ ഒരു നിലപാടുകൂടി, ലീഗ് അതിനൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഇതല്ലേ, ഇതിൽ ഇമ്പീരിയലിസ്റ്റ്, അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിസ്റ്ററി തന്നെ, അതല്ലേ ട്രഡീഷൻ തന്നെ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് അല്ലേ. അത് മറ്റാരെക്കാളും കമ്പയർ ചെയ്തിട്ട് അവനില്ല എന്ന് ഞാൻ പറയണില്ല. ഉണ്ടാവണോ വേണ്ടതെന്ന് അവർ തീരുമാനിച്ചാൽ മതി. പക്ഷേ ആസ് ഫാർ ആസ് ദ കമ്മ്യൂണിറ്റി ഇൻ ജനറൽ അങ്ങനെ ഉണ്ടല്ലോ, കണക്കാക്കിയാൽ ഇസ്ലാമിക് വിശ്വാസികളായിട്ടുള്ള ആളുകൾ എവിടെയും ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റാണ്. കാരണം അവർ
സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരും നീതിക്ക് വേണ്ടി പൊരുതുന്നവരുമായിരിക്കണം എന്ന് അവർ പഠിച്ചിട്ടുണ്ട്. എവിടെയോ പഠിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പഠിച്ചു. എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. പള്ളിയിലോ അതിൻ്റെ ഒരു കുത്തുബയിലോ. സൂചന ഇല്ലാത്തൊരു മനസ്സുണ്ടാവില്ല. അല്ലേ? പിന്നെ അത് ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഏത് രീതിയിലാകാം, എവിടെ വരെ ആകാം എന്നുള്ളതിൽ ചില മിസ്റ്റേക്ക് ചിലർക്ക് പറ്റിയിട്ടുണ്ടാവും. അതും മൈനോറിറ്റിയാണ്, മെജോറിറ്റി അല്ല. ദ മേജർ മെയിൻ സ്ട്രീം ഓഫ് ദ മുസ്ലിംസ് ഇൻ ദ വേൾഡ്. അല്ല, ഈ മലബാറിൽ നമ്മൾ പറയുമ്പോഴേ അത് പറയാൻ നമ്മൾ ലോക്കൽ സ്റ്റാൻഡ് ഉണ്ട്. കോഴിക്കോട്ട് നിന്നാണ് നമ്മൾ പറയുന്നത്. അതെ 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 We പറയാനുള്ള have got the local stand. Yes, yes, yes. ഇത് സമോറിൻ എന്ന് പറയുന്ന രാജാവും നമ്മളായിട്ടുള്ള ബന്ധം എങ്ങനെ, മുസ്ലിങ്ങളായിട്ടുള്ള സാമൂതിരി. ഉം. ഞാൻ തന്നെ ഈ അസംബ്ലിയിൽ ദേവസ്വം ബില്ലിന് വേണ്ടി ഹിന്ദുക്കൾക്കിടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി, ശബരിമല വിഷയത്തിന് വേണ്ടി പൊരുതി നല്ല പ്രഭാഷണമൊക്കെ നടത്തി. ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ അവർ ദേ ആർ ഫ്രീ ടു പ്രാക്ടീസ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് അതിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യരുതെന്ന് പ്രസംഗിച്ചതിന് എനിക്ക് ആദ്യം എന്നെ വിളിച്ച് അഭിനന്ദിച്ചത് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. നല്ല സ്പീച്ചായി മോനെ, നന്നായി, ഉം. ഞാൻ കേട്ടു. എൻ്റെ ഡ്രൈവർ ഞാൻ കാസർഗോഡ് പോകുമ്പോൾ എനിക്ക് വെച്ച് തന്നു. ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു, ഉം. നന്നായി എന്ന്. ആദ്യം ഞാൻ പേടിച്ചിരിക്കുന്ന അവസരം ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ക്ഷേത്രങ്ങളും തഞ്ചാവൂരും ബൃഹദീശ്വരം. എന്തിനാണ് പേടിച്ചേ? അല്ല അതിങ്ങനെ ആൾക്കാർ ഉൾക്കൊള്ളൂ ആ എന്നുള്ളതല്ല, ഒരു പേടിയുണ്ട്. പേടിയല്ല, ആ, ആ, ആ. എങ്ങനെ എടുക്കും എന്നുള്ളത്. ഇന്നത്തെ കാലല്ലേ. അതെ അതെ അതെ. പക്ഷേ എനിക്ക് ഞാൻ ഐ വാസ് വെരി ഹാപ്പി. അധികം താമസിയാതെ തങ്ങൾ വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ച സാമൂതിരിയാണ്. ഇപ്പോൾ മരിച്ചുപോയ അത് ശരി. SCK ഉണ്ണിരാജ മരിച്ചു, പുതിയൊരു സാമൂതിരി വന്നു. അപ്പോൾ ആ SCK ഉണ്ണിയാണ് എന്നെ വിളിച്ച്, തൂഫത്തുൽ മുജാഹിദീൻ എന്താ, ഉം. അത് മുഴുവൻ പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്തണം എന്നിട്ട് ആവേശം കൊടുക്കണമല്ലേ. ഉം. നല്ലൊരു ഹിസ്റ്ററി ബുക്കല്ലേ, ലോകത്തിൽ എത്ര ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ കാലത്ത് ഈ കോഴിക്കോട് നഗരത്തിൽ പിന്നെ എത്ര ഇൻ്റർനാഷണൽ ബിസിനസ്മാൻ, ബഹ്റൈനിലുള്ളൊരു ഇബ്രാഹിം ഷാ ബന്ദ്ര മറ്റാണ് ഇവിടുത്തെ അന്നത്തെ പഴയ കച്ചവടക്കാരൻ ഇബ്നു ബത്തൂത്ത വരുമ്പോൾ. ഉം. പിന്നെ ഫ്രാൻസിസ് ബുക്കാനനും വില്യം ലോഗനൊക്കെ എഴുതിയത് വേറെ ഉണ്ട്. ഇബ്നു ബത്തൂത്ത വരുമ്പോൾ 10-13 കപ്പൽ കോഴിക്കോട് നിൽക്കുകയാണ്. ഉം. അതിൽ ചൈനീസ് കപ്പൽ വരെ ഉണ്ട്. അന്ന് ഈ കപ്പലിൻ്റെ വലിപ്പം കൊണ്ടും അതിൻ്റെ യാത്രയ്ക്ക് എടുക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ടും അതിനകത്ത് ചീര നട്ട് വളർത്തി വേവിച്ച് നിന്നിരുന്നവരുന്നതാണ്. ഓൺ ദ വേ അത് ശരി. ആ ആ, ആ. ഒരു മണ്ണിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഒരു മുറിയിൽ ചീര വിത്തുകൾ പാകും അവർ. അത് മുളച്ചു വരും. ഉം. ഇങ്ങോട്ട് പോകുമ്പോൾ തീർന്നില്ലെങ്കിൽ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അത് വെക്കാനാവും. ഉം. അത്ര ദൂരം സമയമെടുത്തിട്ട് സഞ്ചരിച്ചിരുന്നു. ഉം. കോഴിക്കോടിൻ്റെ ഏറ്റവും നിയറസ്റ്റ് നെയ്ബർ അറേബ്യയായിരുന്നു ഉം. അന്ന് അന്ന്. 40 ദിവസത്തെ പായ്ക്കപ്പൽ യാത്ര മതി. ഇവിടുന്ന് ഡൽഹിയിൽ പോകണമെങ്കിൽ കാശിക്ക് പോകണമെങ്കിൽ ഒരു കൊല്ലെടുക്കും. റോഡില്ല, ഉം. ഉം. മുറിച്ച് കടന്ന് വനാന്തരങ്ങളെ നദി മുറിച്ച് കടന്ന് കഷ്ടപ്പെട്ട ഒരാൾ എല്ലാം വിട്ട് നാട്ടുകാരോടൊക്കെ സങ്കടം പറഞ്ഞു. അതെ അതെ. കാശി പോയാൽ പിന്നെ മടക്കല്ലല്ലോ അല്ലേ? ഇല്ല അങ്ങനെ പോയിരുന്ന കാലത്ത് 1 ഇയറാണ് ആ യാത്ര. 40 ദിവസം പായ്ക്കപ്പലിരുന്നാൽ അറേബ്യയിലെത്തും. അവിടെ അടുത്ത ക്ലോസ് നെയ്ബർ അതാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള റിലേഷൻ പണ്ടേ ഇവിടെ ഉണ്ട്. പക്ഷെ അന്നും ഇവിടെ കീഴടക്കുന്ന രാഷ്ട്രീയത്തിന് എതിരാണ് നമ്മൾ. അല്ല, അവനെ ഈ മലപ്പുറത്ത് ജീവിക്കുമ്പോഴേ ഈ 921 ഒരു ആഫ്റ്റർ എഫക്റ്റൊക്കെ കണ്ടുണ്ടാവില്ല ബാല്യത്തിൽ. അങ്ങനെയൊന്നും അന്ന് ഇല്ല. അതൊക്കെ കുറെ മുമ്പ് കഴിഞ്ഞ ഒരു സാധനമായിട്ടാണ്. കുറെ വർഷങ്ങളായില്ലേ പിന്നെ നമ്മളൊക്കെ വരുമ്പോഴേക്കും. അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു ധാരണ ഓർമ്മകളൊന്നും. അരീക്കോട്ട് വാര്യകൂട്ടെന്നൊക്കെ അവിടെ നിന്നൊക്കെ ചില പഴയ ആൾക്കാർ അവിടെ ഒരു കുഞ്ചു വൈദ്യരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വല്ലപ്പോഴും ഒരു വാക്കൊക്കെ അവർ വായിന്ന് വന്നെങ്കിൽ വരുന്നതല്ലാണ്ട് അത് നമുക്കറിയില്ല. നമുക്ക് അതിൻ്റെ പിന്നെ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും അല്ല ആലോചിക്കണം. അതിൻ്റെ മെയിൻ സ്ട്രീമിൽ ഇവിടെ ഒരു ആൻറ്റി ഇമ്പീരിയലിസം ഉണ്ടായിരുന്നു. അതൊരു നമ്മൾ പോർച്ചുഗീസുകാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ അതായിരുന്നു. അതിൽ ഇസ്ലാമിൻ്റെ റോളുണ്ട്. അതിൻ്റെ ഒരു ഇസ്ലാമിക് ഒരു എന്താ പറയുക, ഒരു കറേജ്. മുമ്പറന്തങ്ങൾ ഇപ്പം നിങ്ങൾ നേരത്തെ മുമ്പറത്ത് പോയി പറഞ്ഞ ഫസൽ പൂക്കത്തങ്ങളൊക്കെ അതിൻ്റെ നമുക്കറിയാലോ. അതെ അതെ. അവരൊക്കെ ഇതിനു വേണ്ടി നിന്നവർ. സൈഫുൽ ബത്താർ എന്ന് പറഞ്ഞ സൈഫുൽ ബത്താർ, അദ്ദേഹത്തിൻ്റെ മകൻ, അത് കൊയിലാണ്ടിക്കാരനായിരുന്നു. കൊയിലാണ്ടിക്കാരിയായിരുന്നു അവരുടെ അമ്മ എന്നുണ്ട്. അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ. സയ്യിദ് ഫസൽ പൂക്കത്തങ്ങൾ നാട് കടത്തിയില്ലേ. പിന്നെ അവർ പോയി, അവർ പിന്നെ അവിടെ യമനിലൊക്കെ പോയി എന്തോ ഗവർണറൊക്കെ ആയി. അവരും ഇതല്ലേ ആഹ്വാനം ചെയ്തിരുന്നത്. അവർക്ക് എന്ത് കാര്യമുണ്ട് യമനിൽ നിന്ന് ഇവിടെ നിന്ന് ഹൈദരാബാദത്ത് നിന്ന് വന്നിട്ട്. ഞാനല്ല ആലോചിച്ചതല്ല, അവർ ഈ മലയാളമൊക്കെ പഠിച്ച് ഇവിടുത്തെ ആളുകളുടെ ആത്മീയ നേതാവായി എങ്ങനെ മാറി എന്നുള്ളത് ഒരു ഇപ്പോഴും അവരെ കുറച്ചതിന് വെൽ സ്റ്റഡീഡ് ആയിട്ട് വന്നവരാണ്. അങ്ങനെ തന്നെ
അവർ ഇതിനെ ഈ ഐഡിയോളജി ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ളവരും നമ്മളെക്കാൾ മുമ്പ് പ്രാക്ടീസ് ചെയ്തവരും ഒക്കെ ആണല്ലോ. ഇവിടെ വരുമ്പോൾ അതിന് ദാഹാർത്ഥരായി ഇവിടുന്ന് അറബികളിരുന്ന് കിട്ടിയ വിവരമല്ല നമ്മളെടുത്തുള്ളൂ. ഈ കുത്തബന്ത പ്രവാചകൻ എന്താണ്, ഖുർആൻ എന്താന്നൊക്കെ നമ്മൾ ഓതി പഠിക്കണല്ലേ ഉള്ളൂ. അപ്പോൾ പഠിച്ചവർ വരുമ്പോൾ മോർ റെസ്പെക്റ്റഡ്, അവർ മോർ റെസ്പെക്റ്റഡ്. ഫോളോ ചെയ്താൽ എളുപ്പമുണ്ടെന്നായല്ലോ, നമുക്ക് അധ്വാനം കുറയാണ്. എളുപ്പമാണല്ലോ ഒരാളെ ഫോളോ ചെയ്താൽ, അങ്ങനെയുണ്ടല്ലോ ഒരു ലീഡറായിട്ട് കരുതിയാലേ. അപ്പോൾ അവരെടുത്തുണ്ടാവും ബാക്കി വിവരങ്ങൾ. അവരങ്ങനെ ഒരു സംഗതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ന്യായീകരണം അവരെ മനസ്സിലുണ്ടാവും, നമുക്കറിയാം, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും. പിന്നെ അവർ ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കിയിട്ട് അവരൊപ്പം നിന്നില്ലേ, അധിനിവേശത്തിനെതിരെ. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അപ്പം അതൊക്കെ ഉണ്ട്. അങ്ങനെ അധിനിവേശ വിരുദ്ധരായിട്ട് പോരാടിയ ആളുകളെയൊന്നും നമ്മളാരും എതിർത്തിട്ടില്ലല്ലോ. പിന്നെ അതെങ്ങനെയായിരുന്നു ഇൻ പ്രാക്ടീസ്, അത് എന്ത് സംഭവിച്ചു, ഡീവിയേഷൻ വന്നോ ഇല്ല എന്നുള്ളതൊക്കെ അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എല്ലാത്തിലും ആ ഒരു ഡീവിയേഷൻ എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കുണ്ട്. എല്ലാ പ്രവൃത്തികൾക്കുണ്ട് ഒരു നന്മയും തിന്മയും അതിനോട് ചേർന്ന് വരും. അത് സുഖ ദുഃഖ സമ്മിശ്രമാണ് വേൾഡ് എന്നുള്ളത് നമ്മൾ ആശ്വസിച്ചാൽ മതി. ശരി, ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരണം. എങ്ങനെയാണ് ലീഗിലെ അനുഭവങ്ങൾ പറഞ്ഞത്? ലീഗിലെ അനുഭവം എന്താ, ലീഗില് പിന്നെ പൊതുവെ ഒരു നല്ല അനുഭവമാണ്. അതിൻ്റെ ലീഡർഷിപ്പെല്ലാം, അവരുടെയൊക്കെ സ്വഭാവങ്ങളും അവരുടെ സ്നേഹവും അതൊക്കെ വളരെ എടുത്തു പറയുന്നതൊക്കെയാണ്. അവർ നമുക്ക് തരുന്ന ഫ്രീ ഹാൻഡഡ്നെസ്സും ആ റെസ്പെക്റ്റും. പിന്നെ അധികം ലീഗ് അണികളെ ആണ് നമുക്ക് വിസ്മരിക്കാനാവാത്ത ലവിങ് പീപ്പിളാണ് അവർ. പിന്നെ മറ്റവർക്ക് ഇപ്പം അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അവർക്ക് ദേ ഹാവ് ടു കീപ്പ് സം ബാലൻസ്, ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടല്ലോ ലീഡർഷിപ്പിൽ വരുമ്പോൾ. ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഉണ്ടല്ലോ. നേരെ മറിച്ച് അണികൾക്ക് അവർ എന്താ പറയുക, സെൽഫ്ലെസ് ആണ്. മഹാഭൂരിപക്ഷം നിസ്വാർത്ഥരാണ്. എന്തിനു വേണ്ടിയല്ല, അവരുടെ ആ സ്നേഹം, ഇഷ്ടം, അവർക്ക് ശരിയാണെന്ന് തോന്നുന്നൊരു പ്രത്യയശാസ്ത്രം, അതിനെ അനുകൂലിക്കുന്ന അവരോടുള്ളൊരു താല്പര്യം, മമത. ഒരു ലീഗിൻ്റെ തന്നെ പ്രവർത്തകരെ കാണുമ്പോൾ അവർ വലുതാകുമ്പോൾ അവരോടുള്ളൊരു അഭിമാനം, അതൊക്കെ പ്രകടിപ്പിക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ കൊണ്ട് നടക്കുക. അത് അവർക്കൊരു ലക്ഷ്യമില്ല. അവർ വേറെ ആവില്ലെന്ന് അവർക്കറിയാം. എല്ലാ കൊടി കുത്തിയ സ്ഥലത്തും സ്വന്തം ചെലവിൽ പോവുക, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരികയാണത്. ഇപ്പോഴും ലീഗ് അതാണ്, ജനറലി ഇപ്പോഴും അതാണ്. പക്ഷേ സർട്ടൻ എലിമെൻറ്റ്സ് അങ്ങനെ ഉണ്ടല്ലോ, ഏത് പാർട്ടിയിലുള്ള മാതിരി. ഇങ്ങനെ ഇപ്പം ലീഗിൻ്റെ രാഷ്ട്രീയം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വൈൻഡപ്പ് അവരുടെ ആ ലവ് നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യരുത് മാത്രം, അല്ല മിസ്യൂസ് ചെയ്യരുത്. അതെ. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ സംഘപരിവാറൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിൽ ലീഗിന് എന്താണ് ഇനി ഇവിടെ ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക? അതിലെന്താണെന്ന് വെച്ചാൽ, ഇത് ഒറ്റക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ, ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒക്കെ അല്ലാതെ ഈ വലിയ ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ അതൊരു ലീഗിനോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകൾക്കോ ഒറ്റക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധം മാറിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കലാണ് ഫസ്റ്റ് രാഷ്ട്രീയ കടമ ഇനിയുള്ള കാലത്ത്. ഒരുവിധം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പൊതു ശത്രുവിനെതിരായിട്ട് ഒരുമിച്ച് നിന്ന്, ആർക്കെങ്കിലും എതിരായിട്ടല്ല, ജനങ്ങൾക്ക് അനുകൂലമായിട്ട്, അങ്ങനെയും പറയാലോ. ആരെങ്കിലും രണ്ട് എതിർത്ത് പരാജയപ്പെടുത്തലല്ല, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യൽ, ഡെമോക്രസിയെ പ്രൊട്ടക്റ്റ് ചെയ്യൽ, കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യൽ, ഹിന്ദു മുസ്ലിം യൂണിറ്റി, ക്രിസ്ത്യൻ യൂണിറ്റി, മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ശക്തിപ്പെടുത്തൽ, ഒരുമ ഉണ്ടാക്കൽ, വിട്ടുവീഴ്ച ചെയ്യൽ, സീറ്റ് വിഭജനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എല്ലാ പാർട്ടികളും ഇൻക്ലൂഡിങ് കോൺഗ്രസ് പാർട്ടി എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുക, അവനവൻ്റെ എണ്ണം കുറഞ്ഞാലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവനൊപ്പം നിർത്തുക. ഇങ്ങനെയുള്ള ഭയങ്കര വിട്ടുവീഴ്ചയുടെ ഒരു കാലമാണ്, ഒരുമയുടെ ഒരു കാലമാണ് ഇനി വേണ്ടത്. ഒറ്റയ്ക്ക് ചെയ്യാനുള്ളത് സ്വയം ശക്തിപ്പെടുക, ഐഡിയോളജിക്ക് മൂർച്ച കൂട്ടുക, പരമാവധി ബന്ധുക്കളെ സമാഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി, എനിക്കതിലൊരു ദുഃഖമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി
ഇന്ത്യൻ റിയാലിറ്റി വേണ്ടത്ര തിരിച്ചറിയുന്നില്ലേ എന്നൊരു സംശയമാണ്. ഈ റിയാലിറ്റിയിൽ അവർക്കും ഇതേ വഴിയുള്ളൂ, ഐക്യപ്പെടുക, കമ്മ്യൂണിറ്റി ഇൻ ജനറൽ. അതുകൊണ്ട് ഞാൻ ഒരുത്തനെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ ഞാനൊരു ബ്രാൻഡഡായിട്ട് ഒന്നിലും വാസ്തവത്തിൽ തലയിടാത്തതുകൊണ്ട് ഇവിടെ പല സംഘടനകളുണ്ട്. സംഘടന ഇല്ലാത്ത മുസൽമാന്മാരുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ്. അതിനർത്ഥം ഈ സംഘടനകൾക്ക് ഞാൻ എതിരല്ല. അവരാര് വിളിച്ചാലും ഞാൻ പോകും. നല്ല കാര്യങ്ങളിൽ ഡിസ്കഷൻസൊക്കെ വെച്ചാൽ ഞാനും എൻ്റെ ഭാഗത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയും. പക്ഷേ ആ സമയത്ത് ഞാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അങ്ങനെ ചെയ്യരുത്. ഓരോരുത്തർക്കും അവനവൻ്റെ ശരിയുണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിലേ നമ്മുടെ ശരിയായിരിക്കില്ല. അതെ, അതിലെൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ ഇപ്പോൾ സലഫി ഗ്രൂപ്പുകൾ, ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ പറഞ്ഞില്ല. ഈ സംഘടന എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഇവിടെ മതരാഷ്ട്രം വേണം എന്ന് പറയുന്നു. ഞാനത് ക്ലിയർ ആയിട്ട് പറയാൻ കാരണം ആയിരിക്കും. അപ്പം അതിൽ ലീഗ് അവരോട് ഐക്യപ്പെടുന്നതിലൊരു പ്രശ്നം. അങ്ങനെ ലീഗ് അവരോട് അങ്ങനെ ഐക്യപ്പെട്ട് നിങ്ങൾ വരി നമുക്കൊരു മുന്നണി ഉണ്ടാക്കാറിന് പോയതൊന്നുമല്ല. അത് ഓരോ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ഓസിലേറ്റിംഗ് സിറ്റുവേഷൻസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാറുണ്ട്. ഇടതുപക്ഷവും അവരെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പുറത്തും അവർ വന്ന ചരിത്രമുണ്ട്, അപ്പുറത്ത് നിന്ന ചരിത്രമുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്തത് അതേമാതിരി തന്നെ നമുക്കും ഫീൽ ചെയ്യണം. ഇടതുപക്ഷത്തിന് അവരെ കൂടെ വന്നപ്പോൾ എങ്ങനെയാണ് തോന്നിയത് അതേമാതിരി തന്നെ ഞങ്ങൾക്ക് തോന്നും. അതെ തോന്നല്ലോ. അവർക്ക് വന്ന് നല്ല സ്നേഹമായിരുന്നല്ലോ, ഭയങ്കര സ്നേഹമായിരുന്നില്ല, മോശക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മളെ വശത്തുണ്ടായാലും അതിനെ മൂടി വെക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റ് ചെയ്തവർ അതിൻ്റെ അനുഭവിക്കും. അങ്ങനെ അതിന് മാത്രമൊന്നുള്ള കെൽപ്പ് ഈ സൊസൈറ്റിക്ക് ഇല്ല. സമൂഹം ചെറിയ സമൂഹം, വലിയ സംഗതികളൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. അതാ ഞാൻ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. അത് നമ്മളെ ഞാൻ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പറയില്ല, ആത്മവിശ്വാസമുണ്ട്. നമ്മളായിട്ട് നിന്നാൽ മതി. ആ സമയം ഒറ്റയ്ക്ക് നമുക്കിതിനെ ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ അത് തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പോൾ ഒരുപാട് മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ട്. ആ മൈനോറിറ്റി ഇഷ്യൂസ് മുഴുവൻ ലീഗ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് ലീഗ് ഫൈറ്റ് ചെയ്താൽ അത് അന്യ സമുദായത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണയൊക്കെ ഇടയാക്കും. അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് മാറും. എപ്പോഴും മാറിയില്ലെങ്കിൽ ചിത്രീകരിക്കും. അങ്ങനെ നേരെ മറിച്ച് ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കേണ്ടത് സെക്കുലർ പാർട്ടീസാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇടതുപക്ഷത്തോട് ലീഗ് ചേരുന്നൊരു സാഹചര്യം ഉണ്ടാവുമോ? അതൊന്നും നമുക്ക് പ്രൊഫസ് ചെയ്യാൻ കഴിയില്ല, പ്രവചിക്കാൻ കഴിയില്ല. സാഹചര്യങ്ങൾ രാഷ്ട്രീയത്തിൽ സദാ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടുത്ത കാലത്തൊന്നും അങ്ങനെ ചേരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ജനറലായിട്ട് എന്നേക്കും പറയാൻ പറ്റില്ല. നിലവിൽ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഇതിനിടയ്ക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. മാത്രമല്ല ഇടതുപക്ഷം ഇപ്പം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ പോലും ആഗ്രഹിച്ച സമയത്ത് നമ്മൾ അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഒരു ടോട്ടൽ സിറ്റുവേഷൻസ് അസസ് ചെയ്തപ്പോൾ ആലോചിച്ച് മതി എന്നുള്ള. ഇനി ഒരു ചോദ്യമേ, ഈ ബാബരി മസ്ജിദിന് ശേഷമേ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒന്ന് സുലൈമാൻ സൈറ്റിൻ്റെ സംഭവം, 2 മദനി ഉണ്ടായി. മദനിയോട് ലീഗ് അനീതി കാട്ടിയെന്ന് ഖാദർ സാഹിബിന് അഭിപ്രായം ഉണ്ടോ? അനീതി കാട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ വരുമ്പോൾ അന്ന് ബാബരി മസ്ജിദ് ഡിമോളിഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ടെലിവിഷനിൽ ഇങ്ങനെ ഞങ്ങൾ കണ്ടത് കൊരമ്പയിലിൻ്റെ വീട്ടിൽ നിന്നാണ്. അന്ന് KPA മജീദ് ഉണ്ട്, MI തങ്ങളുണ്ട് എൻ്റെ ഓർമ്മ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ഈ കൊരമ്പയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അയാൾ ഏത് വിഷയം പൊളിറ്റിക്കൽ ഡിസ്കഷന് വേണ്ടി ഞങ്ങളൊക്കെ വിളിക്കുമായിരുന്നു. അതൊരു ബോഡി ആയിട്ടല്ല, ഒരു ഇൻഫോർമലായിട്ട് അനൗപചാരികമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങളൊക്കെ വിളിക്കും. എന്നിട്ട് അദ്ദേഹം അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രമേയത്തിൻ്റെ കുറിച്ചൊരു ക്രക്സ് മൂപ്പര് ഞങ്ങളോട് പറയും. ഞാനോ തങ്ങളോ ആരെങ്കിലും ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യും. എന്നിട്ട് അതിലെ ഓരോ വരിയും ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തും. എന്നിട്ട് ഫൈനലൈസ് ചെയ്ത് കയ്യിൽ വെച്ചിട്ട് മൂപ്പര് കമ്മിറ്റിക്ക് വരും. അത്രയും. പിന്നെ നമ്മൾ എന്തൊക്കെ ഇഷ്യൂ ചർച്ച ചെയ്യണം അതിൻ്റെ അതങ്ങനെയുള്ളൊരു വലിയ പൊളിറ്റീഷ്യനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും നല്ലോണം പഠിക്കുകയും ചെയ്യും, ഒരു ഡിസ്കസ് ചെയ്യും. നമുക്ക് അങ്ങനെയൊക്കെ ഒരു മനോഭാവം. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ എന്തോ ഡിസ്കഷന് വേണ്ടി ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് ഡിമോളിഷൻ നടന്നത് 6-ാം തീയതി. അപ്പോൾ ഇതിങ്ങനെ താഴികക്കുടങ്ങൾ തകർന്ന് വീണെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അല്ലാതെ ഒരു ശബ്ദരായി. ഇനി എന്തെന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് അഹമ്മദ് ഹാജി ആരോ അഭിപ്രായപ്പെട്ട് അങ്ങനെ പാണക്കാട് പോയി. തങ്ങളവിടെ ഉണ്ടല്ലോ ഷിയാബ് തങ്ങൾ.
അവിടെ ചെന്ന് തങ്ങൾ മുമ്പിൽ ചെന്നപ്പോൾ തങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഡിസ്കഷനൊക്കെ നടത്തി. അപ്പോഴാണ് തങ്ങൾ വാസ്തവത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും അഹമ്മദ് ഹാജിയും ഒക്കെ പറഞ്ഞതനുസരിച്ച് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപപ്പെടുത്തുന്നത്. ഈ ആത്മസംയമനം നാളെ അതിൻ്റെ ഒരു റിപ്രക്കഷൻ ഉണ്ടാവും, അത് ശാന്തമായിരിക്കണം, ഒരു കുഴപ്പം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ധാരണയിലെത്തി തങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത് അങ്ങനെയാണ് ആത്മസംയമനം പാലിക്കണം എന്നല്ല. വാസ്തവത്തിൽ ജനങ്ങൾ വളരെ ക്ഷുഭിതരായിരുന്നു. അന്നത് പറയാൻ കാണിച്ച ധൈര്യം വലിയ ധൈര്യമാണ് ആ സമയത്ത് അല്ലേ. അതിൻ്റെ കൂടെയാണ് ചേർന്നിട്ടാണ് ഈ പറഞ്ഞ തീവ്രവാദമൊക്കെ ലീഗിനുണ്ടെങ്കിൽ അപ്പാണ് ചേരുക കൊണ്ട് ആ ആൾക്കാരൊപ്പം പിടിയുടെ കെട്ടിടാറുണ്ട്, പോയിട്ടില്ല. അതാണ് അതിൻ്റെ മെച്ചോറിറ്റി. അതാണ് ലീഗിൻ്റെ ഒരു വ്യത്യസ്തത, ഒരു ശക്തിയാണ്. കാരണം എന്താ വെച്ചാൽ അതിന് നല്ല എക്സാമ്പിൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായി. ആ ദിവസമാണ് CK കുഞ്ഞുഹാജി എന്ന് പറഞ്ഞ ലീഗിൻ്റെ തിരൂർ മണ്ഡലം സെക്രട്ടറി മരിച്ചത്. ഈ 6-ാം തീയതി ഹൃദയസ്തംഭനം. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി ഇവിടുന്ന് തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പുറപ്പെടുകയാണ് വിവിധ കാറുകളിൽ. അത് പിറ്റേ ദിവസം രാവിലെയാണെന്ന് സംശയം ഉണ്ടിരിക്കുക. ഞാൻ അന്ന് തന്നെ ഈവനിങ് ആണോ അറിഞ്ഞൂടാ. അങ്ങനെ പോകുമ്പോൾ ഞാനുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് പാണക്കാട് പട്ടർകട് ഒക്കെ റോഡ് ബ്ലോക്കാണ്. ഒക്കെ തെങ്ങും ഒക്കെ മുറിച്ചിട്ടിട്ടും ടയർ കത്തിച്ചിട്ടും ഇത് തുടങ്ങിയിട്ടുണ്ട്. അത് തിരൂരെത്താൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് അപ്പോൾ രൂക്ഷമായിട്ട് ആളുകൾ സൈഡിൽ നിന്ന് കാറിൽ നോക്കി പ്രതികരിക്കുന്നുണ്ട്. 450 കൊല്ലം ആരാധന ചെയ്തൊരു പള്ളി പൊളിച്ചിട്ട് എവിടുക്കങ്ങളത്. ആ ജനങ്ങൾക്ക് ഞങ്ങളുണ്ട് നിങ്ങളപ്പം ഇങ്ങോട്ട് വരിയിടാറുണ്ട് അവരെ വിളിച്ച് കൊണ്ടുപോകലല്ല ബുദ്ധി. അത് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വലിയ ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം നടക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ. അപ്പം അതിനെ തുടർന്ന് ഇപ്പം സുലൈമാൻ സൈഡ് പോയി. സൈഡ് സാഹിബ് പോയി. അദ്ദേഹം പിന്നെ അത് ഭരണത്തിൽ തുടരുന്നതിനെതിരായിട്ടുള്ളൊരു നിലപാടെടുത്താണ്. കോൺഗ്രസിൻ്റെ കൂടെ നിന്നൂടാ. പൊളിക്കുമ്പോൾ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നു, കോൺഗ്രസ് UP ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്തിനാണ് ആ ഭരണത്തിൽ നമ്മൾ തുടരുന്നത് ചോദ്യം ചോദിച്ചു. അത് അയാളുടെ ഒരു ലോജിക്കാണ്. ആ ലോജിക് കറക്റ്റ് അല്ലേ? അല്ല, അതിപ്പോൾ ആബ്സല്യൂട്ട് കറക്റ്റാണ് പറയാൻ പറ്റില്ല. അതിന് അതല്ല എന്താ പറയാൻ കാരണം വെച്ചാൽ അത് വളരെ വൈകാരികമായൊരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ അന്നെടുത്ത സംയമനമൊക്കെ ശരി, പക്ഷേ കോൺഗ്രസിനോട് അത് ശരിയല്ല എന്നല്ല ഇപ്പോഴും തെളിയണേ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് മുമ്പ് സംസാരിച്ചത് ഒരുമിച്ച് നിൽക്കണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും കോൺഗ്രസിനോട് ഒരുമിച്ച് നിൽക്കാറിഞ്ഞാൽ പ്രധാന ശത്രു ആരാന്നും മറ്റൊരാരാന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടാവണം. എല്ലാവരും ഒറ്റയടിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റില്ല ഒരു പാർട്ടിക്കും. ലോകത്തുള്ള എല്ലാ പാർട്ടികളും എല്ലാ മനുഷ്യരും തെറ്റാണ്, ഞാൻ മാത്രം ശരിയാണെന്ന്. ഇറ്റ് ഈസ് വെരി വെരി ബാഡ്. അത് ശരിയല്ല ആ രാഷ്ട്രീയം. അപ്പോൾ കോൺഗ്രസിനോട് ആ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ, അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കോൺഗ്രസിൻ്റെ കൂടെ ഒരു പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിൽക്കുകയാണ്. ആ കോൺഗ്രസ്സിന് പിന്നെ അതിനുള്ള ഇഷ്യൂസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭരണം അന്നുണ്ടായിരുന്നു വിചാരിച്ചാൽ ഈ ചെയ്തവർക്കും കോൺഗ്രസ് ശത്രുവാണ്. ആർക്ക്? ഇത് ചെയ്ത സംഘപരിവാറിനും ശത്രു കോൺഗ്രസ്സാണ്. ആ സമയത്ത് അല്ല, അവരെ നമ്മളും കൂടി ഒറ്റപ്പെടുത്തണം എന്നാണോ പറയണത്? അല്ല, അന്ന് അവരെ നമ്മൾ തിരിച്ചു പിടിക്കണ്ടേ? അത് ശരിയാണ്. അവരെ തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ട് അവരോട് പറയാനും ഡിസ്കസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതൊക്കെ അവരോട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ? പിന്നെന്താ, അതൊക്കെ അവരോട് പറയാണ്ട് നമ്മൾ വെറുതെ അനുസരിച്ച് നടന്നതല്ല ചെയ്തിട്ട്. നമ്മൾ ഈ പ്രൊട്ടസ്റ്റൊക്കെ നമ്മൾ അവരെ മുമ്പിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ശരി ഇപ്പം ഈ ചെയ്തത് തന്നെയാണ്. അതിൻ്റെ കൂടെ വിടാതെ നിന്നതും ആ കോൺഗ്രസ് ബന്ധം നിലനിർത്തുന്നതും തന്നെയാണ് ശരി. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ വഖഫ് ബില്ല് ഇപ്പോൾ വന്നു പാർലമെൻറ്റിൽ. 258 വോട്ടിന് ബില്ല് പാസ്സായി, 232 എഗൻസ്റ്റ്. അതിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? 6-7 മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾ ലീഗിൻ്റെ ഒരു 3-4 ഉണ്ട്, പിന്നെ കോൺഗ്രസിൻ്റെ ഉണ്ട് 1-2 ഉണ്ട്, പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉണ്ട്, പിന്നെ വേറെ ഏതോ ഒക്കെ ഉണ്ട്. ആ 232 ആളും ഒരു മുസ്ലിം കോസിന് വേണ്ടി നിന്നില്ലേ? തീർച്ചയായിട്ടും. അവരൊക്കെ മുസ്ലിങ്ങളായിട്ട് കാണണ്ടെങ്ങളപ്പോൾ അതെ അതെ. ഈ 232 ആളെ സംഘടിപ്പിക്കാൻ ലീഗിന് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അത് കോൺഗ്രസ് അല്ലേ ഉണ്ടാക്കി. അവിടെ നടന്ന പ്രസംഗങ്ങളൊക്കെ ആരാണ് ശക്തമായിട്ട് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറയില്ല, നമ്മളെ ഡ്യൂട്ടിയാണ്, സംശയമല്ല പറയുന്നുള്ളത്. അതെ അതെ. ആരാ സംസാരിച്ചത്? ആ സിഖുകാരൻ സംസാരിക്കുക, ഗുരുദ്വാര.
എന്ത് മനോഹരമായിട്ട്. ആം ആദ്മി അല്ലേ? ആം ആദ്മി പാർട്ടിയുടെ ഗുരുദ്വാരയിൽ നിന്ന് വന്ന ഒരാൾ, അല്ലല്ല, ആ പാർട്ടി വേറെയാണ്. അതിൻ്റെ പേരുണ്ടല്ലോ, വേറെ എന്തോ ഒരു കമ്മിറ്റിയാണ്. ആയിക്കോട്ടെ, നമ്മൾ കോഴിക്കോട്ട് അതിനെ പരിപാടിക്ക് വിളിച്ചിരുന്ന് വരാതിരുന്ന് വരാൻ അയാളെ വീട്ടിൽ ഇ ഡി കയറിയില്ലേ? അയാൾ ഈ സമ്മേളനത്തിന് വരുമ്പോൾ തന്നെ ഇ ഡി കയറിയില്ലേ? അവരൊക്കെ റെസ്പെക്ട് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഡൂയിങ് മച്ച് സർവീസ്. ദിസ് ഈസ് നോട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ആ ഇഷ്യൂ ഉൾപ്പെടെ ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് ബുദ്ധമത ക്ഷേത്രങ്ങൾ താർന്നിട്ടില്ലേ? അല്ലേ? തീർച്ചയായിട്ടും എത്രണ്ണം താർന്നുണ്ട്? അതാണ് പറഞ്ഞത്. അല്ല, അതിലേ നമ്മളിപ്പം നമ്മളെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം അതിന് ശേഷം ഉണ്ടായ മുസ്ലിം അല്ല, അതിനൊരു പാർട്ടുമായിട്ട് മാത്രം വേറെടുത്ത് നിർത്താൻ പറ്റില്ല എന്നാണ്. ഓക്കെ, അതൊരു ജനറൽ സിറ്റുവേഷൻ്റെ പാർട്ടാണ്. നമുക്ക് സംഭവിച്ചത് മാത്രം നമ്മൾ എടുത്തിട്ട് പറയാം, ശരിയല്ല. ഇപ്പോൾ തന്നെ ഒരു ബുദ്ധൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു ടെമ്പിളിന് വേണ്ടി ഭയങ്കര അടിപൊളി കണക്കുണ്ട്. ബുദ്ധമതക്കാർക്ക് മുഴുവനായിട്ട് അത് കിട്ടണം, അവരുടെയാണെന്ന് പറഞ്ഞു. അതെല്ലാം ഇട്ട് നമ്മളെ വഖഫുമാതിരി തന്നെ അതിൽ ഇവരുടെ പ്രതിനിധികളെ വെച്ചിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഭരിക്കുന്നത്. അത് ബുദ്ധൻ്റെ ഒരിക്കലും അവർക്ക് കൈവിടാനാകാത്ത ഒന്നാമത്തെ സ്ഥാപനമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നോർത്ത് ഇന്ത്യയിൽ അതിനുള്ള എഡ്യൂക്കേഷൻ എത്രയായി തുടങ്ങിയിട്ട്. അപ്പോൾ അതൊരു ജനറലായിട്ടുള്ളൊരു സൂക്കേടാണ്. നമ്മുടെ രാഷ്ട്ര ശരീരത്തിൽ ബാധിച്ചൊരു ക്യാൻസറാണത്. അതിൻ്റെ സിംറ്റംസിന് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് രോഗത്തിന്. തൽക്കാലം ഒരു പനി കണ്ട് അതിന് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ ഞാൻ പറയാമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ലീഗ് അന്ന് എടുത്ത സമീപനം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. സേഡ് സാഹിബിന് കുറച്ചൊരു വൈകാരികത ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അയാൾ നമ്മൾ തള്ളി പറയണില്ല. അങ്ങനെയും പറയുന്ന ഒരാൾ വേണമായിരുന്നു. മദനീനെ ഒക്കെ അന്ന് അറസ്റ്റ് ചെയ്യിച്ചതും ഇവർ തന്നെയാണ്, കൊണ്ടുപോയി കൊന്നതും നീയെ ചാപ്പാന്ന് പറഞ്ഞ മാതിരി അറസ്റ്റ് ചെയ്യിച്ചതും ഇവർ തന്നെയാണ്, കൊണ്ടുകിടന്നതും തെരഞ്ഞെടുപ്പിൽ കൊണ്ടുകിടന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ അത് ഇവരുടെ ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് പൊളിറ്റിക്സിൽ മദനി ആയുധമായത് മാത്രമേ ഉള്ളൂ. പിന്നെ മദനിക്ക് അന്നൊരു സേട്ട് സാഹിബിനെ ഏതാണ്ട് സൈഡ് ലൈൻ ചെയ്തുകൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അയാൾക്ക് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കണമെങ്കിൽ ലീഗ് പൊളിറ്റിക്സ് പറഞ്ഞ പിന്നെ അതിനൊരു സ്പേസ് ഇല്ലല്ലോ. ആ സ്പേസ് ഇവിടെ പോയില്ലേ. പിന്നെ ഇപ്പുറത്തെ ഒരു പൊളിറ്റിക്സിന് സ്പേസ് ഉള്ളൂ. അയാൾ അങ്ങനെ ഒരു സിൻസിയറായിട്ട് അയാളുടെ പിന്നെ ആത്മാർത്ഥതയെന്ന് ഞാൻ ചോദ്യം ചെയ്യണില്ല, അതിന് നമ്മൾ എതിർക്കുന്നുമില്ല. പക്ഷേ അയാളോട് രാഷ്ട്രീയമായി വിയോജിക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അയാളോട് സഹകരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അയാളുടെ കോസ് അതിപ്പോൾ നക്സലേറ്റുകളെ കൊല്ലുന്നതിന്, മാവോയിസ്റ്റുകൾ കൊല്ലുന്നതിന് ഞങ്ങളെതിരാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? മാവോയിസത്തിന് നമ്മൾ അനുകൂലമായിട്ടില്ല. മാവോയിസ്റ്റുകളിപ്പോൾ അലനിയും ദാഹാനിയൊക്കെ എന്തിനാണ് UAP എടുത്ത് ഒരു പുസ്തകം കൈവശം വെച്ചതിന്? അതുപോലെ എത്ര വിഷം ഇവിടെ നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടിനെതിരാണല്ലോ. അവരെ സിൻസിയറിറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പണ്ടേ പറയല്. അവരുടെ വഴിയാണ് നമ്മൾ എതിർക്കുന്നത്, അല്ലേ? നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഒരു എൻ്റെ ആണല്ലോ. നമ്മൾ ഇപ്പോൾ ഇതുവരെ നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പൊളിറ്റിക്സൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഈ കേസരിയുടെ പരിപാടിയിൽ പങ്കെടുത്തൊരു സംഭവം ഉണ്ടല്ലോ, ഈ ഇപ്പോൾ നമ്മളൊരു സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താ? ആ കോൺടെസ്റ്റ് ഞാനത് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് അവിടെ ഒരു ലോയറൊക്കെയാണ് എന്നെ വിളിച്ചത്. കോഴിക്കോട് ബാർ കൗൺസിലൊക്കെ എനിക്ക് ബന്ധമുണ്ട്. ഞാനവിടെ പണ്ട് ഈ ആണവ കരാറിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ കോഴിക്കോട് ബാർ അസോസിയേഷനിലൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റായിട്ടൊക്കെ ഞാൻ അവർക്ക് ആണവ കരാറൊക്കെ അന്ന് ഞാൻ പഠിച്ചിരുന്നു, വിശദീകരിക്കാനൊക്കെ പോയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഞാനൊരു ലിസ്റ്റ് നോക്കിയപ്പോൾ മാതൃഭൂമിയിലെ ഒരു മദനൻ ഉണ്ട്, അതിൽ അയാളൊരു കാർട്ടൂണിസ്റ്റൊക്കെയാണ്. പിന്നെ രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്ത് ഇവിടെയൊക്കെ ഇവരെ അനുകൂലിക്കുന്ന ആളാണ്, ലെഫ്റ്റിനൊക്കെ പലപ്പോഴും. സിനിമേൻ്റെ ഒരാളുണ്ട്. അപ്പോൾ എനിക്കതൊരു ഞാൻ അത്ര ഒരു അപകടയിൽ പതിയിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല, അത്ര വൈകാരികമാകുന്നു. പിന്നെ അതിൽ എൻ്റെ പ്രസംഗമാണ് ആൾക്കാർ നോട്ട് ചെയ്യേണ്ടത്. ആ പ്രസംഗം അവൈലബിളാണ് ഫുള്ളായിട്ട്. അതിലൊരു അക്ഷരം വരെ ഫേവർ ചെയ്യണതില്ല. ശക്തമായി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് പറയുന്നത്. അതല്ല, സംഘപരിവാർ വിരുദ്ധത അല്ല, സംഘപരിവാർ അനുകൂലമല്ല. ഞാൻ ജനറലായിട്ടുള്ള ഇഷ്യൂസ്, മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ തമ്മിൽ നല്ല ബന്ധം വേണ്ടത്, സംസ്കാരം, കല, സാഹിത്യം, ബുദ്ധൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രഭാഷണം ഞാൻ നടത്തിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും. ആ പ്രഭാഷണം കേട്ടിട്ട് ഞാൻ നിന്ന സ്ഥലം ഏതാണ് മാത്രമാണ് ഡിസ്പ്യൂട്ടഡ് ആയത്. അതവിടെ പറയേണ്ടതായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവിടെ പോകേണ്ടതായിരുന്നോ? അതെ, ആ സ്ഥലത്ത് ഞാൻ ചവിട്ടി നിൽക്കാം. പക്ഷേ അവിടെ ഞാൻ അന്വേഷിച്ചിരുന്നു. ആദ്യം കുഞ്ഞിക്കണ്ണനക്കാട് പോയി പ്രസംഗിച്ചിട്ടുണ്ട്, അബ്ദുള്ള പ്രസംഗിച്ചിട്ടുണ്ട്, അബ്ദുള്ള ഈ വേദിയിൽ.
ഇത് കേസരിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിറ്റോറിയമാണ്, അത്രേ ഉള്ളൂ. ആ ഹാളാണ്. പക്ഷെ അവർ തന്നെ ആയിരിക്കും സംഘടിപ്പിക്കണത്, ഉം. അവർ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ ഈ സംഘപരിവാറിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഉം. പക്ഷെ ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്ന ഒരാളായതുകൊണ്ട് ഉം. അവിടെയും പോയി. ഞാൻ ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണത്തിന് പോകാറുണ്ട്. ഉം. ചില സ്ഥലത്ത് കോൺഗ്രസ് ആയിരിക്കും ക്ഷേത്രം ഭരിക്കണം, ചില സ്ഥലത്ത് മാർക്സിസ്റ്റ് ആയിരിക്കും, ചില സ്ഥലത്ത് ഇവരായിരിക്കും. പക്ഷെ ഞാൻ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു നന്മയുടെ വശമാണ് നമ്മൾ പ്രകീർത്തിക്കാറുള്ളത്. ഉം. ഉം. അങ്ങനെയുള്ള ഇപ്പോൾ സദസ്സിൽ ഞാൻ ഒരുപാട് സന്യാസിമാരുടെ ഇതിനൊക്കെ പോകാറുണ്ട്. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ ഒരു ലോകമത സമ്മേളനം സമ്മേളനത്തിൽ പോയിട്ടുണ്ട്. ഇപ്പം ലീഗിൽ സമുദായങ്ങളും ഉള്ള അതിനുള്ള ആൾക്കാർ. പുട്ടപ്പർത്തിയിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഈ നമ്മൾ ജയകുമാർ IAS അങ്ങനെയുള്ള 3 ദിവസം 3 ഓണാഘോഷത്തിന് 3 ആൾ ഗസ്റ്റ് ആയിരുന്നു. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ശ്രീനാരായണ സമാജത്തിന് ഞാൻ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ട്, നമ്മളെ ബന്ധുക്കളെ കൂടി വിളിച്ചിട്ട്. ശ്രീനാരായണ സമാജത്തിൻ്റെ ഒരു വലിയ സമ്മേളനത്തിന് അതിൻ്റെ പ്രസിഡന്റ് VK മുഹമ്മദാണ് അവിടെ. യുനോ അയാൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അയാൾ ഒരു ബിസിനസ്മാൻ, മലയാളിയാണ്. ഈ SNDP അല്ല, ശ്രീനാരായണ സമാജം എന്നാണ് അവർ പറയണത്. അതിൻ്റെ ഈ വാർഷിക സമ്മേളനത്തിന് ഗുരുവിൻ്റെ പടം വെച്ച് ഗുരുവിൻ്റെ മഹാത്മ്യം പറയുന്ന ആ സമ്മേളനത്തിൽ ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അധ്യക്ഷൻ VK മുഹമ്മദാണ്. കേരളത്തിലെ ഒരു സാധനമാണല്ലോ. അതെ. അപ്പോൾ അതിനവിടെ അല്ല, ഇവിടെ ഒരു SNDPയിൽ എവിടെയും പ്രസിഡന്റ് മുസ്ലിം ഇല്ലല്ലോ. അവിടെ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. അപ്പം ഇങ്ങനെ എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മൾ സംവാദത്തിന് വേദി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് നോക്കണം. പക്ഷേ ഞാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് പാർട്ടിയോട് അത് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം എന്നുള്ള നിലക്ക് തന്നെ പറഞ്ഞു. എനിക്കതിൽ യാതൊരു തോന്നുന്നില്ല. അത് ഞാൻ വിചാരിച്ച ആ ലെവലിലേക്ക് ചിലപ്പോൾ ലോകം എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനായിട്ടില്ല. ശരി, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെ ഇത്ര നേരം നിങ്ങളെല്ലാ അനുഭവങ്ങളും പറഞ്ഞ് മതങ്ങളെക്കുറിച്ച്, നിങ്ങളെ രാഷ്ട്രീയം, കമ്മ്യൂണിസത്തെക്കുറിച്ച് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പരിപാടികളായിട്ട് ഖാദർക്കാക്ക് തോന്നുന്നത്? ഞാൻ ചെയ്തു തീർക്കേണ്ട കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ചെയ്തു തീർക്കേണ്ട എൻ്റെ ഒരു വലിയ ദൗത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ യൂണിറ്റി. ഒന്നാമത് ഈ മതസംഘടനകൾ യൂണിഫൈഡ് ആവണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സംഘടനകൾക്കിടയിലുള്ള അത് അവരെല്ലാം പക്ഷേ അവരവരുടെ സംഘടനകൾ തന്നെ ആയി നിൽക്കണം, കുഴപ്പമില്ല. അവരുടെ ശരിയാണ്. ആ ശരി മറ്റുള്ളവരിനും പൂർണ്ണമായിട്ട് അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ചെയ്യരുത്. എൻ്റെ ശരി എനിക്ക് പൊതുവായിട്ട് പറയാം, വാമൊഴിയായും വരമൊഴിയായിട്ടും അവതരിപ്പിക്കാം. ഞാൻ ഇസ്ലാമിൽ തന്നെ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്, കുഴപ്പമില്ല. യു ഡു ഇറ്റ്. അതിന് ഫോളോവേഴ്സിന് കിട്ടും. അത് മറ്റവൻ ശരിയല്ല എന്ന് പറയരുത്. അത് പറയാൻ എനിക്ക് അവകാശം ഉണ്ടോ എന്ന് സംശയമുണ്ട്. രാഷ്ട്രീയക്കാർ ഞങ്ങൾ മറ്റവൻ ശരിയല്ല എന്ന് അധികം പറയല്, ഞങ്ങൾ ശരിയാണെന്നല്ല. അത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ മാറ്റേണ്ടതാണ്. നമ്മുടെ ശരി പറയാം, അതിനുള്ള ആളെ സംഘടിപ്പിച്ച് പോവുക. ഈ എണ്ണം കുറക്കാൻ പറ്റില്ല. ഇൻക്ലൂഷൻ കൂട്ടണം, ഇൻക്ലൂസീവാണ്. ഈ എണ്ണം നമുക്ക് കുറക്കാൻ സാധിക്കില്ല സംഘടനകൾ. ഇറ്റ് മേ ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ ഓൾസോ. ഇംഗ്ലീഷിൽ ഇനി അക്ഷരങ്ങൾ ബാക്കിയുണ്ട്, പല സംഘടനകളും ആയിട്ട് വരും. അതിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പൊതുധാരണ എന്താ വെച്ചാൽ, പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണമെന്നുള്ള ഗുരുവിൻ്റെ വചനങ്ങളാണ്. എല്ലാ മതങ്ങളും ഒന്നാന്ന് അദ്ദേഹം പറഞ്ഞില്ല, എല്ലാത്തിൻ്റെയും സാരാംശത്തിൽ ഒരു ഏകത്വം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവനെ റെസ്പെക്റ്റ് ചെയ്യുക. അവന് തെറ്റ് പറ്റിയിട്ടുണ്ടാവും, അവൻ്റെ ലൈൻ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് വി മസ്റ്റ് ഹാവ് എ യൂണിഫൈഡ് കമ്മ്യൂണിറ്റി ആസ് ഫാർ ആസ് പോസിബിൾ. ടോട്ടൽ യൂണിഫിക്കേഷൻ നടന്നോളണമെന്നില്ല. അതെ, അത് പോളിറ്റിക്സിലും സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ ഒരു ഐക്യം ഏറ്റവും പ്രബലമായിരിക്കേണ്ട ഒരു സമയമാണിത്. ഈ ശത്രു എന്ന് പറയണവനും അങ്ങനെ ഒരു കായികമായി നേരിടേണ്ട ഒരു ശത്രുവായിട്ടല്ല ഞാൻ കാണുന്നത്. ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ശത്രുതയുണ്ട്. ആ ഐഡിയോളജി ഇവിടെ മാത്രം കാണുന്നതല്ല, ഒരു ഇൻ്റർനാഷണൽ ഒരു ഗ്രോത്താണ്. ഈ വലതുപക്ഷത്തിൻ്റെ വളർച്ച, ഈ ഏകാധിപത്യ ചിന്താഗതി, അൺഡെമോക്രാറ്റിക് ആയിട്ട് ജനങ്ങൾ അങ്ങനെയല്ല. അധിക സ്ഥലത്തും ഭരണാധികാരികളെ പ്രശ്നം. ഇവിടെ ഹിന്ദുക്കൾ അങ്ങനെയല്ല. ഹിന്ദു ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹിന്ദുത്വ. ഞങ്ങൾ എതിർക്കാൻ പാടുള്ളൂ, ഇവൻ എതിർക്കരുത്, ഒരിക്കലും പാടില്ല. ഇവിടെ മഹാഭൂരിപക്ഷം ഇവരുടെ ടോളറൻസ്, ഹിന്ദുക്കളുടെ ടോളറൻസ് ഭയങ്കരമാണ്. അവർ വളരെ നല്ല മനുഷ്യരാണ്, ഒരു സംശയമില്ല, ഒരു നല്ല മനുഷ്യർ. എനിക്ക് എൻ്റെ അനുഭവം, അവരെ നമ്മളൊരു 10% സ്നേഹിച്ചാൽ അവർ നമ്മളെ 100% സ്നേഹിക്കും. സോ നൈസ്.
അപ്പോൾ അതിനിപ്പോൾ അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാ റിലീജിയനും വളരാനുള്ള കാരണം അവരല്ലേ എല്ലാവരും സ്വീകരിച്ചത്, സ്വീകരിച്ചത്. അവരെ നമ്മൾ കാണും. പിന്നെ നമ്മളൊക്കെ തന്നെ ആരാ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നവരാണെങ്കിലും ബേസിക്കലി വി ബിലോങ്സ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആ സെറ്റാണ്, ആ ജീനാണ്. ഇപ്പം ഞാൻ 4 പിതാമഹന്മാരുടെ പേര് പറഞ്ഞു, അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. അതാരോ ആയിരിക്കാം, കൺവേർട്ടഡ് ആയിരിക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ കുറേ മുസ്ലിങ്ങളും ഇവിടെ ക്രിസ്ത്യാനായി, കുറേ ഹിന്ദുക്കൾ ബുദ്ധമതക്കാരായി, കുറേ ആൾക്കാർ മുസ്ലിമായി. അതൊക്കെ ഇവിടെ തന്നെയാണ്. ഇപ്പം അതൊന്നും സാധ്യമല്ലാത്ത കമ്പാർട്ട്മെന്റുകളായി നമ്മൾ മാറി. അത് ഇതിനുള്ള പ്രധാന കാരണം റിലിജൻ അല്ല, ആർത്തിയാണ്. ഭരണ അധികാരത്തിനും സമ്പത്തിനുള്ള ആർത്തി, അതിനുവേണ്ടിയാണ് ഈ സംഘടന മതത്തിനെ മിസ്യൂസ് ചെയ്യാണ് ഈ കമ്പാർട്ട്മെന്റ്. അവർക്ക് മതമല്ല വേണ്ടത്, മെജോറിറ്റിയാണ് വേണ്ടത്, കൺസോൾട്ടേഷനാണ് വേണ്ടത്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശമാണ്. അങ്ങനെ വ്യത്യസ്തനായി ഇരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധമാണ് ഡെമോക്രസി, മജോറിറ്റേറിയനിസം അല്ല. അതിൽ ഗാന്ധി, നെഹ്റു അവരെ കോൺട്രിബ്യൂഷൻസ് അൺഫർഗറ്റബിളാണ്. അവർ മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ളൊരു കാലമാണിത്. നെഹ്റുവും ഗാന്ധിയും ജീവിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ, അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുൻപന്തിയിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരു സെക്കുലർ നാഷൻ ആകുമായിരുന്നില്ല. സെക്കുലർ ആവാനുള്ള വളർച്ച എപ്പോഴും ഇന്ത്യക്കായിട്ടില്ല. നമ്മളെ പൗരന്മാർ സെക്കുലറായിട്ട് ആ ബോധം വന്നിട്ടില്ല. ഒരു സ്നേഹമുണ്ട്, എല്ലാവരും ഒന്നാണെന്നൊക്കെ പറയുന്നല്ലാണ്ട് ആ റിയലി ഇൻ പ്രാക്ടീസ് കൊണ്ടുവരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിന് എഡ്യൂക്കേഷൻ ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. ആ അറിവില്ലാത്തവരുടെ സ്ഥലത്താണ് ഇവരുടെ സ്പേസ്. അതാണ് ഈ വർഗീയത വളരുന്നത്. അന്ധകാരമുണ്ട്, അതിനൊരു സ്പേസ് ഉണ്ട്. ഖാദർക്ക പറയണത് ഒരു യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, എന്നെ കൊണ്ട് സാധിക്കുന്ന അങ്ങനെ എന്തെങ്കിലും. ഞാൻ എല്ലാ മതസ്ഥരെയും സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കും, അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ അതുകൊണ്ടൊരു വ്യത്യാസമില്ല, ഒരു സംശയം. അതുകൊണ്ട് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ എൻ്റെ വ്യാജ ഓഡിയോ പ്രചരിപ്പിച്ചിട്ട് ഒരുപാട് ഹാം എനിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യാജ ഓഡിയോ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടാണ് തോന്നത്തക്ക രീതിയിലുള്ളൊരു വ്യാജ ഓഡിയോ ഇറങ്ങിയിട്ട് ഒരുപാട് ഓടിയത്, ഇൻ്റർനാഷണലായിട്ട്. നമുക്കത് പറയാൻ സമയം കിട്ടുന്നതിന് മുമ്പ് എല്ലായിടത്തും എത്തി അങ്ങനെ പറഞ്ഞു. അത് ഗുരുവായൂർ ഇലക്ഷനിൽ ഞാൻ മത്സരിച്ചതിന് ശേഷം ഉണ്ടായൊരു ഡെവലപ്മെൻറ്റാണ്. സംബഡി ഈസ് ബിഹൈൻഡ് ദാറ്റ്. അത് ആരായിരുന്നാലും അവരും അള്ളായിട്ടായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കണം. പക്ഷേ ഞാനൊരു വക്കീലും കൂടി ആയതുകൊണ്ട് ഞാൻ ധാരാളം പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു, 2-3 തവണ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ എനിക്കൊരു നേട്ടം ഉണ്ടായത്, ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നു, ആ വോയിസിൻ്റെ യഥാർത്ഥ ഓണറെ. അയാൾ പെരുമ്പാവൂർ മുടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കുഞ്ഞു മുഹമ്മദായിരുന്നു. അയാളെ മലപ്പുറം പോലീസ് കൊണ്ടുവന്നു, സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അയാളുടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, അതിൽ പോലീസിന് ശരിയായി തോന്നിയത്. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ശബ്ദത്തിൽ KN ഖാദറാണ് ഞാനെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ ഓഡിയോയിൽ. അതിൽ അയാൾ ഇസ്ലാമിനെതിരായിട്ട് അയാളൊരു യുക്തിവാദിയാണ്, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയണത്. ഖുറാനി നബീനൊക്കെ ആക്ഷേപിക്കുന്ന ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിക്കുകയാണ്. എൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ശബ്ദമായിട്ട് അയാളുടെ ശബ്ദത്തിന് ചെറിയൊരു സാമ്യം ഉണ്ട്. അത് വെച്ചിട്ട് ആരോ അയാളെ മിസ്യൂസ് ചെയ്താണ്. അയാളൊരു ബിസിനസ്സുകാരനാണ്, അതേസമയം കുറച്ചൊരു മോറലി അങ്ങനത്തെ ഒരു കറക്റ്റില്ലാന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അയാൾ ആ ശബ്ദമാണെന്ന് അയാളെ കൊണ്ട് പോലീസ് കാര്യം ചെയ്യിച്ചു. ഇവിടുത്തെ പത്രക്കാരൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചിട്ട് അയാൾ ദൃശ്യമാധ്യമങ്ങളോട് സംസാരിച്ചു. ഈ ഓഡിയോ എൻ്റെ ശബ്ദമാണ്, അതിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ എൻ്റെതാണ്. KN ഖാദറിനെ എനിക്കിഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്, ഞാൻ അയാളാണെന്ന് ഇതിലൊരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ അയാളെ ഹിസ്റ്ററി അതിൽ പറയുന്നുണ്ട്, ഞാൻ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു അയാൾ, ഞാനതായിരുന്നില്ല. അയാൾ ഒരിക്കൽ പോലും ഞാനൊരു MLA ആയിരുന്നു എന്ന് പറയണില്ല. ഇനി ഞാനാണെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഞാൻ 3 തവണ MLA ആയിട്ട് 2 തവണ മത്സരിച്ച് തോറ്റ 5 തവണ ഈ രംഗത്ത് നിന്ന ഒരാളാണ്, ജില്ലാ കൗൺസിൽ. അയാൾ ഞാനൊരു MLA ആയിരുന്നു എന്ന് പറയണില്ല, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റാന്ന് പറയണില്ല, പഴയ ജമാഅത്ത് ഇസ്ലാമി സിമിയൊക്കെ ആയിരുന്നു ഞാനെന്നാണ് അയാളെ പറ്റി പറയുന്നത്. പിന്നെ അയാളെ ആക്സെൻ്റ് ഒരു പെരുമ്പാവൂര് ഇംഗ്ലീഷ്. പിന്നെ നിങ്ങളതാണെന്ന് എങ്ങനെ പ്രചരിച്ചത്? അത് അതിൻ്റെ മുകളിൽ എൻ്റെ ചിത്രം വെക്കുകയാണ്, ഓഡിയോ. അല്ല, എൻ്റെ ചിത്രം, തങ്ങളുടെ ചിത്രം, കുഞ്ഞാലിക്കുട്ടൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് KN ഖാദർ പറയണമെന്ന് കേൾക്കുക പറഞ്ഞിട്ട് അടിയിൽ എഴുതും. ഇലക്ഷന് ശേഷമാണ് അത് അധികമായിട്ട് വന്നത്. എഴുതും, എന്നിട്ട് കുറച്ച് കാലം അത് ഓടിയതിനു ശേഷം അതിൻ്റെ മുകളിലെ ചിത്രം ഒന്ന് മാറ്റും,
അപ്പോൾ സംബഡി ഈസ് ബിഹൈൻഡ് ദാറ്റ്. അവരാരോ ഒരു എന്നെ രാഷ്ട്രീയമായിട്ടും അല്ലാത്ത രീതിയിലും അപകടപ്പെടുത്താനും പേഴ്സണലായിട്ട് ഡാമേജ് ചെയ്യാനും വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്ന ഒരു ശക്തി അതിൻ്റെ പിന്നിൽ. ആരാണെന്ന് വല്ലതാണ് അതാരാണെന്നൊക്കെ ചില ഊഹങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ഞാൻ അതിനൊന്നും. അതിലുള്ളൊരു പ്രശ്നം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, ലീഗിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാം, സാറിൻ്റെ അല്ല എന്ന് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, എന്നാലും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് അയച്ചിരും. അപ്പം ഞാൻ മിക്കവാറും ഈ ഓഡിയോ മറ്റേ ദൃശ്യമാധ്യമങ്ങളിൽ വന്നത് അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ അസംബ്ലിയിൽ ഈ വിഷയം എനിക്ക് വേണ്ടി എന്നെ നെല്ലിക്കൊന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ. പിന്നെ ആ ഒരു ചിത്രത്തിൽ ഞാൻ അസംബ്ലിയിൽ നിൽക്കുന്ന ചിത്രം വെച്ചിട്ടാണ് ഇത് അസംബ്ലിയിൽ ഇത് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യൂലേ, അവിടെ ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ എവിടെ നിന്ന് പറഞ്ഞാണെങ്കിൽ അതിൻ്റെ വീഡിയോ എവിടെ. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയതുകൊണ്ടുള്ള കാലമായതുകൊണ്ട് എനിക്കതൊന്നും ചാലഞ്ച് ചെയ്യാൻ വയ്യ. വീഡിയോ ഉണ്ടാക്കാനും പറ്റും, വേറെ ആൾ സംസാരിക്കുന്നത് ഒക്കെ സ്ഥിരീകരിക്കാൻ പറ്റും, ഒന്നും പ്രയാസമല്ല. അപ്പോൾ ആ ഓഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ച രാഷ്ട്രീയ എതിരാളികൾ വരെ ഉണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ മുസ്ലിം തീവ്രവാദിയാന്ന് പറഞ്ഞവരുണ്ട് ചില സ്ഥലത്ത്. ഏതോ ഒരു പ്രസംഗത്തിൽ എന്തോ ഒരു വരി വന്നിട്ട് ഞാൻ ഹിന്ദു എന്താണ് തീവ്രവാദി ഹിന്ദുത്വവാദിയാണ് പറയുന്നുണ്ട്. എനിക്ക് മതമില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഈ ഓഡിയോയിൽ. ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാമിദ ടീച്ചറുണ്ട്, ആരിഫ് ഹുസൈൻ ഉണ്ട്, ഒരുപാട് ആളുണ്ട്, ജബ്ബാർ മാഷുണ്ട്. അവരൊന്നും അവരൊന്നും പറയണില്ലല്ലോ. തീരെല്ലാരും കാലാകാലം ഇസ്ലാമെ എതിർക്കണ എൻ്റെ ഒരു ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ അതിലൊന്നും നിരാശനല്ല, എന്തോ ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെയുള്ള പലതും ഞാൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെ ഈ രാഷ്ട്രീയ യാത്ര തുടരട്ടെ. കുറേ സമയം എനിക്ക് തോന്നുന്ന ഒരു 3 മണിക്കൂർ ഞങ്ങൾക്ക് തന്ന് ഇതൊരു എന്താ പറയുക, നിങ്ങളൊരു ലൈഫിൻ്റെ ഒരു മറ്റൊരു നോട്ടം, അതിനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളെ രാഷ്ട്രീയം കൂടുതൽ പറയുന്നതിനേക്കാൾ നിങ്ങളെ ഡീപ്പ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് പറയട്ടെ എന്ന് വിചാരിച്ചത്. വലിയ സന്തോഷം. താങ്ക് യു. ഓക്കെ, സന്തോഷം, വളരെ നന്ദി.